സുവിശേഷം എന്തിനാ? നാട്ടുകാരെ കിടത്തി ഉറക്കാതിരിക്കാനല്ല, ബഹളം ഉണ്ടാക്കാനല്ല. സുവിശേഷം എന്തിനാ? തീത്തോസ് 2:11-12 അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചോ. തീത്തോസ് 2:11-12. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പിന്നെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും അഗാധയവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ആ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വിവരിക്കേണ്ട. സകല മനുഷ്യരും രക്ഷപ്പെടാൻ, അതിനാ സുവിശേഷം. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വിഷയമേയുള്ളത്. നസറയനാകുന്ന യേശു ക്രിസ്തു, ക്രിസ്തുവേശുവിൽ കൂടി മാത്രമാ രക്ഷ. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂല് കൊണ്ടൊന്നും രക്ഷപ്പെടുക അല്ലെ. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനായി സുവിശേഷം. ഇതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ടു കൊടുക്കണ്ട. മതങ്ങൾ പറയുന്നത് അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് കൊണ്ടുപോവാ. എന്നാലും അത് ബോധിക്കുന്നില്ല. അത് കൊണ്ടുപോവാ, കൊടുത്ത് ഊപ്പാടും വരിക. യേശു ഇതൊന്നും കൊണ്ടുവരാൻ പറയാന്നില്ല, നീ ഇഞ്ഞ് വന്നാൽ മതി. ഇനി അഥവാ നിനക്ക് വരാനൊക്കുന്നില്ലെങ്കിൽ കർത്താവ് പറയാ, ഞാൻ നിന്റെ അടുക്ക വരും. കാരണം ജീവനുള്ള ദൈവമാണ്, ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ആമേൻ ദൈവമാണ്. സ്തോത്രം. പവന പവന പാപനി വാരണ, പാവന പാവന പാപനി വാരണ, പാവന പാവന പാപനി വാരണ, പാവന പാവന പാപനി വാരണ. ജാമിനവൻ കൃപാകര ദേവ ജീവാ ജയമേ കൃപാകര ദേവകുമാര ദേവ കൃപാകര ദേവകുമാര ദേവ കൃപാകര ദേവകുമാര ദേവ. ദേവകുമാര ദേവ കൃപാകര ദേവകുമാര ദേവ കൃപാകര ദേവകുമാര ദേവ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നിന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം ഒരു വ്യക്തി, അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ, എല്ലാവരും രക്ഷപ്പെടാൻ, അതിനാ സുവിശേഷം. ഈ മാന്യ സഹോദരന്മാര് വലിയ ജോലിയുള്ളവരും, എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ജോലിക്കാരില്ലെന്നാ തോന്നുന്നു, അധികമില്ലെന്നാ തോന്നുന്നു. ആരുമില്ല. ഈ ദേശത്ത് വലിയ ഉന്നതന്മാരൊക്കെ ധാരാളമുണ്ട്. കുടുംബശ്രേഷ്ഠതയുള്ളവരുണ്ട്, സ്വത്തുള്ളവരുണ്ട്, റബ്ബർ തോട്ടം. ഇത് ഞാൻ പറയാനിരിക്കും, അതൊക്കെ മാറ്റിക്കും. പെണ്ണത് ഇന്നാളെ സ്ഥലത്ത് ചെന്നപ്പം നമ്മൾ പറഞ്ഞു അവരവിടെ നാക്ക് തെറ്റുക മൊത്തം. അതിൽ കൂടെ കേൾക്കാം.
10ന്റെ കണ്ടില്ലെന്ന് അതിനായി പറഞ്ഞത് കേടുണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുക, സകല മനുഷ്യരും രക്ഷപ്പെടണം. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകരുത്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതാ സുവിശേഷം. ഓടിച്ചു പോകാം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ലൂക്കോസ് 2:10 എല്ലാം ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്ന വാക്യങ്ങളാ. വായിച്ചു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ സുവിശേഷം കേട്ടാൽ മഹാസന്തോഷം ഉണ്ടാകും. ഇന്ന് രാത്രി നിരാശയുടെ പടുകുടിയിൽ കണ്ണീർ കയ്യത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഈ രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, അത് അല്പനേരത്തേക്കൊക്കെ ഒരു ഇളക്കമൊക്കെ തരുമെന്നുള്ളൂ. ലഹരി പദാർത്ഥങ്ങളോ മറ്റേ യാതൊരു കാര്യവും നിനക്ക് നിത്യസന്തോഷം തരത്തില്ല. നിനക്ക് നിത്യസന്തോഷം തരുവാൻ, നിത്യസമാധാനം തരുവാൻ ഉതകുന്നത് ഒന്നേ ഉള്ളൂ, അത് സത്യ സുവിശേഷമാണ്. നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. ഇതാന്നല്ലോ നല്ല വാർത്ത. അല്ലാത്ത വാർത്തയൊന്നും നല്ലതല്ലല്ലോ. കേൾക്കുന്നതെല്ലാം നമുക്ക് മനോദുഃഖമുളവാക്കുന്ന വാർത്തയാണ്. നല്ല വാർത്ത സുവിശേഷമാണ്. വരുമ്പോഴും പോകുമ്പോഴും കാണുമ്പോഴും കൂടുമ്പോഴും എല്ലാം ഇതൊന്ന് പറഞ്ഞ് മനോസുഖം ഉണ്ടാകും. നമ്മൾ കൂടുതൽ ഇതൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ടായി വല്ലാതെ നിരാശപ്പെട്ടിരിക്കുന്നത്. അങ്ങോട്ട് വരുമ്പോൾ കാണുമ്പോൾ അറിയാം പരുവക്കേടാണ്. കാരണം വേറെ വാർത്തയെല്ലാം കേട്ടും പറഞ്ഞുമായി വന്നിരിക്കുന്നത്. സ്തോത്രം. ഇനി പോകുമ്പോഴും ഇങ്ങോട്ട് കയറിയും പറഞ്ഞ് ബാക്കി നമുക്ക് പോകുമ്പോൾ പറഞ്ഞാൽ വന്നേക്കുന്നത്. അതായി പരുവക്കേടിയിരിക്കുന്നത്. പക്ഷെ നല്ല വാർത്ത സുവിശേഷമാണ്. ഇത് കേൾക്കും തോറും ആനന്ദം ഉണ്ടാകുക, ഇത് കേൾക്കും തോറും സമാധാനമാണ്. കാരണം ഈ സുവിശേഷത്തിന്റെ വിശേഷതയാ ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. നിരാശയും ഭീതിയും ചിത്തഭ്രമങ്ങളും ആകുല ചിന്തകളെല്ലാം മാറ്റി നിനക്ക് സമാധാനം തരുവാൻ കഴിവുള്ളത് സുവിശേഷത്തിന് മാത്രമാണ്. സ്തോത്രം. നീയുന്നധികം തന്നിയാകാൻ നിധിയാ തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ പൂവിൽ ക്രിസ്തുവുൾ അവനെ പോൽ ഇത്രമാം ധനികൻ ഇല്ലറിക. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. ഒരു ചെറിയ അപേക്ഷ, ഈ 2 ലൈറ്റ് ഒന്നിച്ചിട്ട് കുറച്ച് എനിക്ക് കണ്ണ് തുറക്കാൻ വേണ്ടി. ഞാൻ പറയത്തില്ല. നിർത്താം. നമ്മൾ കളർ തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, നാടിനക്കരെ സംസാരിക്കും. അതെ, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. പാടുമ്പോ പോലെ
സുവിശേഷം കേൾക്കേണ്ടത്. സുവിശേഷം കേൾക്കേണ്ടത് ആരാ? 49 സങ്കീർത്തനം പ്രാരംഭ വാക്യം പെട്ടെന്ന് വായിച്ചോ. 49 പ്രാരംഭ വാക്യം കടയെന്ന് വായിക്കുക. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. എല്ലാവരും ഇത് കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. മനസ്സിലായോ? ഒരു മതക്കാരോ ഒരു സംഘടനക്കാരോ ഒരു സഭക്കാരോ ഒരു വിഭാഗക്കാര് മാത്രം കേൾക്കേണ്ട വാർത്തയല്ല ഇത്. സകല ജാതികളും കേൾക്കേണ്ട വാർത്ത. അത് സുവിശേഷമാണ്. എല്ലാവരും കേൾക്കണം. കേട്ടാലുള്ള ഗുണം അതാ മുമ്പേ വായിച്ചത്. ലൂക്കോസ് 2:10 വായിച്ചത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. നിരാശ മാറ്റുന്നത് ആ സുവിശേഷം. മനോവേദന തീർത്തു തരുന്നത് ആ സുവിശേഷം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മൈക്ക് കൊടുത്താൽ അവർ സാക്ഷ്യം പറയും. ആമേൻ. മനോദുഃഖത്തോടെ മനോഭാരത്തോടെ ജീവിതം കഴിച്ച് ആമേൻ തീച്ചൂളയ്ക്കകത്തൂടെ കടന്നു പോയപ്പോൾ ആത്മഹത്യക്ക് പോലും ഒരുങ്ങി നിന്നവർ ഇതിനകത്തുണ്ട്. പക്ഷേ ആമേൻ സത്യസുവിശേഷം ആമേൻ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, യേശുവിനെ അറിഞ്ഞപ്പോൾ ആ ചിത്തഭ്രമങ്ങളും മനോഭീതികളും മാറി ആമേൻ ഇന്ന് രാത്രിയിലും സന്തോഷത്തോട് ഇവിടെ ഇരുന്ന് കൈയടിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഈ സുവിശേഷത്തിന്റെ ശക്തിയാണ്. സുവിശേഷം വന്നത് കൊണ്ടാണല്ലോ എല്ലാത്തിനും വ്യത്യാസമുണ്ടായത്. ഞാൻ എല്ലായിടത്തും പറയാം, അന്തസ്സായിട്ട് ജീവിക്കാനും നടക്കാനും യാത്ര ചെയ്യാനും വസ്ത്രം ധരിക്കാനും 2 അക്ഷരം കൂട്ടി വായിക്കാനും പോകാനും വരാനും ഒക്കെ ഇടയായത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എല്ലായിടത്തും ഉയർത്താൻ കൊള്ളാവുന്ന ഒന്ന് സുവിശേഷമാണ്. സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും? സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും? വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം അതാണല്ലോ മർക്കോസ് 1:14 ഒന്ന് വായിച്ചേരും. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടാം. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ മാനസാന്തരം നടക്കൂ. വേറൊന്നും കൊണ്ട് നടക്കത്തില്ല. മറ്റു വിഷയങ്ങളൊക്കെ പിന്നെയും വൈരാഗ്യവും അരിശവും വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങളാണ്. എന്നാൽ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. അങ്ങനെ മാനസാന്തരപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാനസാന്തരം വന്നപ്പോൾ ഞാൻ തിരിച്ചു വരവാ. അപ്പോസ്തലപ്രവൃത്തി 8:31 പഠിക്കുമ്പോൾ 21 പഠിക്കുമ്പോൾ വഷളത്വം വിടുന്നത് ആ മാനസാന്തരം. അതാ മാനസാന്തരം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. സുവിശേഷം കേട്ടാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം സ്നാനം. ഫിലിപ്പോസ് ഷണ്ണന്റെ കൂടെ നടന്ന് സുവിശേഷം പറഞ്ഞു. ഈ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ എന്ന് ചോദിച്ചു. പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ, ഒരുവൻ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെയാ ഗ്രഹിക്കുന്നേ? തിരിച്ചു തരാതിരുന്നാൽ തേരിനകത്ത് കയറി പൊരുൾ തിരിച്ചു. യെശയ്യാപ്രവചനമാണ് വായിച്ചത്. ആ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞത് യേശുവിനെ പറ്റി. അങ്ങനെ സുവിശേഷം പറഞ്ഞ് തേരിൽ 2 പേരും കൂടെ സുവിശേഷം ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞു. സുവിശേഷം പറഞ്ഞതിൻ്റെ എൻ്റെ ഭാഷയെ പറഞ്ഞ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ വെള്ളമുള്ള സ്ഥലം. ഉടനെ ഷണ്ണൻ പറഞ്ഞു, തേണ്ട വെള്ളം. അപ്പോൾ സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. സ്നാനം നടക്കണം. 80 കൊല്ലമായിട്ട് കേൾക്കുന്ന തള്ളയ ഇന്ന് വരെ മുങ്ങിയിട്ടില്ല. ഓരോ യോഗം തീരുന്നതിന് മുന്നേ തള്ള മുങ്ങും. അതല്ല സുവിശേഷം. ശരിയായ സുവിശേഷം കേട്ടാൽ നീ വെള്ളത്തിലിറങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. അത് നടന്നിട്ടില്ലെങ്കിൽ നീ കേട്ടത് ശരിയായ സുവിശേഷമല്ല. ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ടപ്പോൾ സുവിശേഷത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. അതാരെ ഷണ്ണൻ പറഞ്ഞതിൻ്റെ വെള്ളം സ്നാനപ്പെട്ടു. ഷണ്ണൻ നേരെ അങ്ങ് പോയി. ഫിലിപ്പോസിന് ആത്മാവ് എടുത്ത് അസ്തോതി കൊണ്ടുപോയി. സ്തോത്രം. സുവിശേഷം കേട്ടാൽ ഇത് വരും. 3 സുവിശേഷം. 1 സുവിശേഷം കേട്ടാൽ മാനസാന്തരം. 2 സുവിശേഷം കേട്ടാൽ സ്നാനം. 3 സുവിശേഷം കേട്ടാൽ പരിശുദ്ധാത്മീയ അഭിഷേകം ഉണ്ടാകും. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വന്നു. തുപ്പട്ടിയുടെ ദർശനമൊക്കെ കാണിച്ചു. തുപ്പട്ടിയുടെ ദർശനം കാണിച്ചതിന് ഇപ്പൊ എല്ലാരും പറയുന്നത് എല്ലാം തിന്നാന്നാ പറയുന്നത്. തിന്നുന്ന വിഷയത്തിലാണോ കാണിച്ചത്? അറിഞ്ഞു പിടിച്ചങ്ങ് തിന്നുക. പന്നിയാന്നേ പന്നി, പാറ്റായാന്നേ പാറ്റ, പെരുമ്പാമാന്നേ പെരുമ്പാവ്, ചുണ്ടനെലിയാന്നേ ഇതിനെ വിടുകയല്ല, അങ്ങ് തിന്നു. ഒരുത്തൻ പറഞ്ഞു, ഞാൻ കണ്ടം പൂച്ചയത്തിന് വന്നു. ആള് എല്ലാം പെരുമ്പാമ്പിനെ എന്തി
നിങ്ങൾ പറയും അവൻ മാത്രമല്ല ഭാഷ, ഞാനും കഴിഞ്ഞ. ഉപ്പട്ടിയുടെ ദർശനം കാണിച്ചത് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് എണ്ണരുത്, നീ ജാതികളുടെയൊക്കെ പോകാതെ ശടിച്ചു നിൽക്കരുത്. അതാ അതിന്റെ അർത്ഥം. നീ പോണം, സുവിശേഷം അറിയിക്കണം. വേണ്ടേ? ഞാൻ ഇന്നാളൊന്ന് അങ്ങനെ വേറുകൃത്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. തണ്ടി നോക്കി തരം നോക്കി സുവിശേഷം പറയുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ട്. എന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുക്ക വരരുത്. ഉണ്ട്. സ്തോത്രം. ഈ ടീം വർക്കായിട്ട് പോകുമ്പം വലിയ വീട് കാണും, ഉടനെ കൂടെയുള്ളത് നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ അവർ നമ്മുടെ കൂടെ വരികയല്ലേ, തങ്കുവിൻ്റെ അവിടെ എന്നാ അതിലുമൊക്കെ വീടൊക്കെ നമ്മൾ വരിക. സഭയ്ക്ക് ഒരു അസറ്റായി മറ്റേ പുള്ളി ആയിരുന്നു, പക്ഷെ അവർ നമ്മുടെ കൂടെ വരികയല്ല. വെറുതെ നമുക്കൊന്ന് എന്തിനാ പട്ടി കാണും. മറ്റേ പുള്ളി പൂട്ടിയേക്കാർ പൂട്ടിയിട്ടാലും ചിലപ്പം തൊടൽ പൊട്ടിക്കാൻ സാധ്യത, അടുപ്പിക്കുക. എന്നാ വേണ്ട. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ റോഡ് സൈഡിലെ പുറമ്പോക്കിൽ ആൾക്കാർ താമസിക്കും. ചിലര് പനയോല കൊണ്ട് മേള് വിട്ട് പലകയടിച്ച് അല്ലെങ്കിൽ പനമ്പ് കൊണ്ട് മറച്ച് ചാണകം തളിച്ച് മെഴുകി ആനവായം വരാം. ചിലപ്പോൾ ചാക്കുമൊക്കെ മറച്ചായിരിക്കും. ഒരു കണ്ണുകൊണ്ട് മെഴുകി ചെറിയ ചെറിയ കുടിലുകൾ പുറമ്പോക്കില്ലേ. അപ്പുറം ഒരു തോടും അപ്പുറം റോഡും, അതിനിടയ്ക്ക് ഒരു ഇച്ചിരി വീതിയുള്ള സ്ഥലത്ത് പുറമ്പോക്കില് വീടും തേക്കിൻ്റെയും കഥകൊന്നുമില്ല. ഉടനെ കൂടെ ഉള്ളു പറഞ്ഞ് നമുക്കന്ന് അങ്ങോട്ട് കയറി സുവിശേഷം പറയാം. അതുങ്ങൾ വന്നിട്ടും വലിയ കാര്യമൊന്നും. ഇതാണ് നമ്മുടെ വേല. എങ്ങനെയുണ്ട് വേല? എന്നെ എല്ലാവരും സാറ് അവരെയും കൂടെ ചേർത്താ പാടിയത്. വേല വേല എന്ന് ചൊല്ലി വേലികില്ല സ്ഥലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലികില്ല സ്ഥലം പോലെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. സ്ത്രീജനത്തിൻ മിത്രമായി സുപദേശം കൊടുക്കുന്ന, സ്ത്രീജനത്തിൻ മിത്രമായി സുപദേശം കൊടുക്കുന്ന, പാപമതു നടിച്ച് പാപികളെ തിരഞ്ഞിങ്ങ് കൊണ്ടുവാ കൊണ്ടുവാ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അക്രമമാമ ജയമൂർത്തിയുടെ അർത്ഥമെന്തെന്നറിയാതെ, അക്രമമാമ ജയമൂർത്തിയുടെ അർത്ഥമെന്തെന്നറിയാതെ, ചെപ്പടിക്കളി നടത്തും സഭ്യരല്ല കലന്മാരെ, ചെപ്പടിക്കളി നടത്തും സഭ്യരല്ല കലന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ അങ്ങനെ വേല ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരു കഥ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുള്ളതാ. സന്ദർഭം വന്നതുകൊണ്ടും പെട്ടെന്ന് ഓർത്തത് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുക. കേട്ടിട്ടുള്ളതാ. ഒരു മനുഷ്യൻ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായി യാത്ര ചെയ്തു. ഞായറാഴ്ച നാളില, ആരാധന മുടക്കാൻ താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് യാത്ര ചെയ്തു വന്നപ്പോൾ ഒരു ചർച്ചും ആളും, നമ്മുടെ ഭാഷ പറഞ്ഞ ഓളു മേളു തമ്പേറടി, യുമേ നമ്മുടെ ആൾക്കാരാന്നല്ലോ. പുള്ളി അങ്ങോട്ട് ചെന്നു. ഇരുനിറക്കാരന, തൂവെള്ളയല്ല. ഇപ്പൊ ഇച്ചിരി തൂവെള്ള ഞങ്ങളെ കാര്യക്കാർ കുറ്റമല്ല, നല്ലതാ നല്ലതാ, കുറ്റമായിട്ടല്ല പറഞ്ഞു. അപ്പൊ അദ്ദേഹം തൂവെള്ളയല്ല, ഇരുനിറമ. ഞാനും ഈ ജൂബിദാനിയിൽ പാസ്റ്ററും പ്രിയാച്ചാനും ഒക്കെ ഇരിക്കുന്ന കളറ. അപ്പൊ അത് വെള്ളക്കാരുടെ സഭയാ.
അദ്ദേഹം പോയി പുറകിലിരുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാ, സന്ദർഭം വന്നുകൊണ്ടൊന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം പുറകിൽ ചെന്ന് കൈ അടിച്ചുകൊണ്ടിരുന്ന് പാട്ട് പാടി. ആരാധന മുടങ്ങുന്നില്ലല്ലോ ദൈവമേ. അപ്പോൾ സഭയുടെ സെക്രട്ടറി വന്ന് ചോദിച്ചു, ആരാധനയ്ക്ക് ഇവിടെ ആൾക്കാരുടെ സഭയല്ലിത്, ആൾക്കാരുടെ സഭ ഇവിടെ 30 കിലോമീറ്റർ പറഞ്ഞ് ഞാൻ പുറകിലിരുന്നോളാം, ആരാധിച്ചു. കഥയാന്നേലും കാര്യമുണ്ട്. ഇറക്കി വിട്ടു. ഇനി 30 കിലോമീറ്റർ ചെല്ലുമ്പം വൈകുന്നേരമാകും, സഭായകം തീരും. പുള്ളി വളരെ ഭാരത്തോടെ ഒരു മരത്തണൽ കണ്ട് അവിടെ പോയി ഹൃദയവേദന താവി ഇറക്കി വിട്ടു. എനിക്ക് ആരാധിക്കാൻ ഒക്കുന്നില്ല, ആരാധിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു, ആരാധിച്ചു. ക്ഷീണമുണ്ട്, അങ്ങ് മയങ്ങി. അപ്പോൾ ഒരാൾ വന്ന് സങ്കടത്തോടെ പറഞ്ഞു, ചർച്ചിൽ പോ. പുള്ളി പറഞ്ഞു, 40 കൊല്ലം യേശുവായിരുന്നു. നീ എന്തിനാ കരയുന്നേ? എന്നെ 40 കൊല്ലം മുമ്പ് കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടതാ. നിന്നെ ഇപ്പം രാവിലെ 9:30 ഇറക്കി വിട്ടു. അതുകൊണ്ട് നമുക്ക് 2 അല്ല, ഏതാണ്ട് യോജിച്ച് വന്നിട്ട് വെളിപ്പാട് പുസ്തകം 3 ലവോദിക്ക സഭയുടെ മാരൊക്കെ വന്ന് മുട്ടുകല്ലേ. തങ്കച്ച എന്നെ അങ്ങോട്ട് കയറ്റാം. തങ്കച്ച പറഞ്ഞപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സമയം, ഇപ്പം ഡിസ്റ്റർബ് ചെയ്യരുത്. എടാ, യേശു ആ മുട്ടുന്നേ. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ, മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകനെ, മകളെ ദയവാ. കാടുകട തേടി ഓടി ഊകി വിളിച്ചിടുന്നു, കാടുകര തേടി ഓടി ഊകി വിളിച്ചിടുന്നു. എന്റെ വിളി കേൾക്കുമോ മകനെ, മകളെ കുഞ്ഞേ? എന്റെ വിളി കേൾക്കുമോ മകനെ, മകളെ കുഞ്ഞേ? അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. എന്റെ സ്വരം കേൾക്കുമോ മകനെ, മകളെ ദയവാ. എന്റെ സ്വരം കേൾക്കുമോ മകനെ, മകളെ ദയവാ. ഇന്ന് രാത്രിയിലും യേശു ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുക. ആര് വാതിൽ തുറന്നു കൊടുക്കും, അവരുടെ ഹൃദയത്തിലേക്ക് നരുമനാഥൻ എഴുന്നള്ളി വരും. ദൈവത്തിന്റെ മഹത്വം ആട്ടെ, ഞാൻ ആ ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. സുവിശേഷം കേൾക്കുമ്പോൾ സ്നാനം നടക്കും. സ്തോത്രം. കൊർന്നലിയോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. വേറെ കൃത്യം പാടില്ല, അതിനാ തുപ്പട്ടി കാണിച്ചു കൊടുത്തത് പാടില്ല. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ വന്നല്ലോ, ഞങ്ങളെല്ലാം ഇവിടെ ഇരിപ്പോണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു വാക്യമുണ്ട്, പത്രോസ് വായി തുറന്നെന്ന. പത്രോസ് വാ തുറക്കണേ. 2 കാര്യത്തിനെ ചിലർ വാ തുറക്കുള്ളൂ. ഒന്ന് ഇതിന്, പിന്നെ 2 അനാവശ്യം പറയാൻ. 2 കാര്യത്തിനാ ചിലർ വാ തുറക്കുന്നത്. ഒരുക്കും കുഞ്ഞായ്മ എല്ലാം പറയാൻ നന്നായിട്ട് വാ തുറക്കും. പിന്നെ അതിന് തുറന്നില്ലെങ്കിലും നീ ദൈവത്തെ സ്തുതിക്കാൻ നിന്റെ വാ തുറക്കണം. ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ ഈ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാ. അതേ ഭാഗം വിട്ടേക്ക്. അപ്പൊ പത്രോസ് വായി തുറന്ന് സംസാരിച്ചു, വചനം സുവിശേഷം പറഞ്ഞു. എന്തിനേറെ താഴോട്ട് പഠിക്കുമ്പോൾ ആമൻ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അന്യഭാഷകളിൽ സംസാരിച്ച 44 മുതൽ വായിച്ചേ മോളെ. വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ ഈ വാക്കെന്ന് പറഞ്ഞാൽ 38 വാക്യം ഒന്ന് വായിച്ചേ. നസറേയനായ യേശുവിനെ. മതി, അതായി പറയുന്നത്. യേശു സുവിശേഷം, നസറായനായ യേശുവിനെ പറ്റിയാ പറഞ്ഞത്. അല്ലാതെ പത്രോസ് അവിടെ ചെന്ന് ഞാൻ സ്തോത്രം, ഞാൻ പുള്ളിയുടെ ചരിത്രം എല്ലാം കൂടെ പറയുകയല്ല. ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് വള്ളം ഉണ്ടായിരുന്നു, എൻ്റെ വള്ളമായിരുന്നു ഉള്ള വള്ളങ്ങളിൽ ഏറ്റവും വലിയ വള്ളം. പിന്നെ ഞാനതെല്ലാം ഈ കർത്താവിനെ നിമിത്തം ഇട്ടു. ഇപ്പോഴും എൻ്റെ വള്ളം ഇരിപ്പുണ്ട്. അഥവാ ഒരു തട്ടുകേട്ട് പറ്റിയാൽ ഞാൻ പയ്യെ എൻ്റെ വള്ളം വെള്ളത്തിൽ
യേശുവിന്റെ വള്ളത്തിന്റെ ഫോട്ടോ കാണിക്കടാ അവനെ. ഇതൊക്കെ അല്ലേ ഇപ്പോഴത്തെ? അല്ല പറഞ്ഞത്, യേശുവിനെ പറ്റി പറഞ്ഞു. നിനക്ക് തിയോളജി ഒന്നും അധികം അതറിയാതിരിക്കുന്നതാ കുറച്ചുകൂടെ നല്ലതെന്ന എൻ്റെ പക്ഷം. പക്ഷെ പറയാമല്ലോ, യേശു രക്ഷിക്കുമെന്ന്, യേശു വിടുവിക്കുമെന്ന് പറയാമല്ലോ, യേശു സൗഖ്യമാക്കുമെന്ന് പറയാമല്ലോ, യേശു ക്രിസ്തു സമാധാനം തരുമെന്ന് പറയാമല്ലോ. അത് പറയുന്നതിന്റെ ബൈബിൾ സ്കൂളിലൊന്നും പോകണ്ട. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വാ തുറന്ന് ഈ വാക്കുകൾ സുവിശേഷമാ പറഞ്ഞത്, സുവിശേഷം. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ ഇനി 44-ാം വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പിന്നെ അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിന്നിട്ടില്ലേ? ഇല്ലേ? തർക്കിക്കുന്നില്ല, വാദിക്കുന്നില്ല. ഞാൻ അതിന് ആളുമല്ല. എവിടെ ഓടി നടക്കുന്നേ? എവിടെ പോയാ നീ? നിനക്ക് പോണോ അവിടെ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ വാക്കുകൾ ഏതാ? സുവിശേഷം, യേശുവിനെ പറ്റി സുവിശേഷം പറഞ്ഞപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അന്യഭാഷകളിൽ അവർ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ശരിയായ സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നിന്നിട്ടില്ല, നിന്നെന്നൊക്കെ ചിലർ പറയുന്നു. നമ്മളിപ്പോ കണ്ണിക്കാനൊന്നും പോകണ്ട. പക്ഷെ അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗുരുവും ശിഷ്യനും കൂടെ അങ്ങ് എന്നും കണ്ണനമായിരുന്നു. ഗുരു ആറാട്ടുപുഴ കണ്ണിക്കുമ്പോൾ ശിഷ്യൻ കുമ്പനാട് നിന്ന് കണ്ണിക്കും. അപ്പൊ പിറ്റേന്ന് ശിഷ്യൻ പാലക്കരെ പോയി കണ്ണിക്കുമ്പം ഗുരു പൂവത്തൂർ വന്ന് കണ്ണിക്കും. പിറ്റേന്ന് ശിഷ്യൻ മാരാമണ്ണ് മണക്കിന്റെ അവിടെ നിന്ന് കണ്ണിക്കുമ്പോൾ ഗുരു മേലുകരെ ചെന്ന് കണ്ണിക്കും. ഇങ്ങനെന്നും കണ്ണനവും തർക്കവും. എനിക്ക് തോന്നുന്നത് മൺമറഞ്ഞ ബഹുമാനപ്പെട്ട കെ ജി കുര്യച്ചാനാന്നോ കെ ജി തോമാച്ചാനാന്നോ അവര് പറഞ്ഞ് നിർത്ത്, മതിയെന്ന് പറഞ്ഞു. മതി, സ്തോത്രം. ഇത് തർക്കിക്കാനോ വാദിക്കാനോ ഖണ്ഡനം നടത്താനുള്ളതല്ല. ഇത് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മകത്ത് പ്രാർത്ഥിക്കും, ദൈവം തരും. ഇത് പെന്തിക്കോസുകാരുടെ കുത്തകയല്ല, പാസ്റ്റർമാരുടെ കുത്തകയല്ല. അങ്ങനെയൊക്കെ ആരാണ്ടൊക്കെ കൊടുക്കുന്നെന്നൊക്കെ പറയുന്നു. പറഞ്ഞാട്ടെന്ന് പറഞ്ഞ് അവൻ അന്നേരം ഇയാൾ പോവുകയില്ല, തലക്കടിക്കുകയും ചെയ്യും. പ്രാപിച്ചു, മാറി നിൽക്കുക, അടുത്ത ആൾ വാ. അങ്ങനെയൊക്കെ കേട്ടുണ്ട്. ഇന്നയാള് വന്നു, അഭിഷേകം പ്രാപിച്ചു, പുള്ളി പോയി, അഭിഷേകവും പോയി. അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ആരാന്നൊന്നും എന്നോട് കാണിച്ചും ചോദിക്കരുത്. ദൈവത്തിന്റെ മകത്ത് ഇത് ആരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രിയും ദൈവം തൃപ്തിപ്പെടുത്തും. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനായ ഒരു നദി കൊണ്ടതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അല്ലെങ്കിൽ കുലുങ്ങിപ്പോകത്തില്ല. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രിയും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരാധനയുടെ വിടുതൽ അനുഭവിച്ചവരാ ഇതിനകത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ആവയാരോ മന്ത്രവാദോ ക്ഷുദ്രോ കൂടെ വീടുകളിൽ പാവപ്പെട്ട ദൈവമക്കൾ കാണാൻ വലിയ ചതവൊന്നുമില്ലെങ്കിലും, വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലെങ്കിലും, ആത്മനിറവിനെ പ്രാപിച്ച ദൈവമക്കൾ ചെന്നിരുന്ന് മുടങ്കാലമടക്കി മറുഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ചപ്പോൾ സകല കെട്ടും പൊട്ടി വിടുതൽ പ്രാപിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവമക്കളുണ്ട്. അനുഭവിച്ചവരെ ഓർത്തു, അനുഭവിച്ചവരും ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ! ദൈവത്തിന് മഹത്വം. ആന മതം പൊട്ടി, ആന ഇളകി, ഉത്സവത്തിന് മതം പൊട്ടി, ഇളകി വന്നു. ആന വരണ്ടെന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും മെപ്പറാളത്തോടെ തോട്ടി ചാടി അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. അവസാനം ആത്മാവ് നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ആ ഹോളിലുണ്ട് അവിടോട്ട് ആന ഓടി വന്നത്. ആന അവിടെ നിന്നു. ടൈറ്റസ് പാസ് അന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ നിങ്ങളെ കണ്ടപ്പോൾ ഇളക്കം കയറിയതല്ല. ദേഹം ഉണ്ടായിരുന്നു അന്ന് രാത്രി യോഗം. ആന കൊമ്പളൊക്കെ വന്ന് സകല എണ്ണം തോട്ടിലും ചാടി ഓടിപ്പോയി. ഇത് ഹോളിനകത്തിരുന്ന ദൈവമക്കൾ അറിഞ്ഞില്ല. ആന ഇവിടെ ഭയങ്കര ആരാധനയല്ലേ, ആരും അറിഞ്ഞില്ല.
നമ്മുടെ ആരാധന അങ്ങനത്തെ ആരാധനയാ. ആന ഹോളിന്റെ അപ്പുറത്തെ പറമ്പിൽ വന്ന് ഇങ്ങനെ അവിടെ പോകണം അവിടെ ഇരിക്കും. ഓർക്കുന്നുണ്ടോ? അങ്ങനെ അവിടെ വന്ന് നിന്നു. ഉടയവൻ വന്നിട്ട് ആന അവിടെ നിന്ന് മാറിയത്. അതാ പെന്തിക്കോസ് ആരാധന. അത് അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. കുഞ്ചമണ്ണിൽ മാമൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊന്ന് പാസ്റ്റർ കണ്ടിട്ടുണ്ടോന്ന്. കുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി അല്പം ഷൂക്കാരനും ഒക്കെയാ. അദ്ദേഹം ഒരിക്കൽ കേട്ടിട്ടുള്ളതാ, നടന്നു പോയപ്പം വലിയ വലിയ കാല. അപ്പൊ നടുക്കൂടുള്ള വഴിക്ക് സാധാരണ ഇവിടെയൊക്കെ തൊണ്ടെന്നാ പറയുന്നത്, തേങ്ങാടെ തൊണ്ടല്ല, തൊണ്ട് അങ്ങനല്ലേ ഇവിടെയൊക്കെ പറയുന്നത്, തൊണ്ട്. അപ്പം അദ്ദേഹം ഈ തൊണ്ടിൽ കൂടെ നടന്നു വരിക, രണ്ടു വശവും വലിയ കയ്യാല. അങ്ങോട്ട് കുറച്ച് ചെന്നപ്പോൾ ഒരു വെട്ടുപോത്ത് ഇങ്ങോട്ട് വരുന്നു. പുറകോട്ട് ഓടിയാൽ പോത്ത് പുറകെ വരും, മുന്നോട്ട് ചെന്നാൽ പോത്ത് കൂത്തു. തപ്പിപ്പിടിച്ച് കയറാനും ഒക്കെ അല്ലേ, വലിയ കയ്യാലയാണ്. കേട്ടിട്ടുണ്ട് മാമൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്, കർത്താവേ പോത്ത് നിന്റെ വക, മാമനും നിന്റെ വക. പറഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞു പോത്ത് പുറകോട്ട് പോയെന്നാ കേൾക്കുന്നത്. അങ്ങനെയുള്ള ആരാധനകളുടെ മാധുര്യം അനുഭവിച്ച ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത്. സ്തോത്രം. എത്രയെത്ര ചികിത്സ ചെയ്തിട്ടും എത്രയെത്ര മറ്റ് ക്രിയകൾ ചെയ്തിട്ടും പരിഹാരം വരാത്ത വിഷയങ്ങൾ, ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ശുദ്രത്തിന്റെയും കൂടോത്രത്തിന്റെയും ഒക്കെ ശക്തികൾ കുടിയിരുന്ന കുടുംബങ്ങളും ഇടങ്ങളുമുണ്ട്. അവിടൊക്കെ വേർപെട്ട ദൈവമക്കൾ, പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച ദൈവമക്കൾ, വലിയ കുടുംബശ്രേഷ്ഠതയൊന്നും പറയാനില്ല, കാണാനൊന്നും വലിയ ഫിഗറും ഒന്നുമില്ല, വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല. അത് തെറ്റാണെന്നല്ല, അതൊന്നുമില്ലെങ്കിലും ലോകം വലിയ മാന്യതയൊന്നും തരത്തില്ലെങ്കിലും സ്തോത്രം, അങ്ങനെയുള്ള ദൈവമക്കൾ അങ്ങോട്ട് ചെന്ന് മുഴങ്കാലം അടക്കി എൻ്റെ ഭാഷകാർ 2 ശീലി പാട്ട് പാടി, ചിലപ്പോൾ ഒരു പക്ഷം പൊട്ടിയ തമ്പേറായിരിക്കും, തമ്പേറൊക്കെ അടിച്ച് മുഴങ്കാലും മേലിരുന്ന് പരിശുദ്ധാത്മ നിറവിൽ പാടി അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ സകല കെട്ടും പൊട്ടി എത്ര എണ്ണമാ വിടുതൽ പ്രാപിച്ചത്. അനുഭവിച്ചവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശരിയായ സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഞാനൊന്നുകൂടെ ഓർഡറിൽ പറഞ്ഞേച്ച് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. ഇത് പ്രാരംഭത്തിൽ ഇത് പറയുന്നത് ചിലർ അറിയണമല്ലോ എന്തുവാ ഇതെന്ന്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാനുള്ള ഗുണം സന്തോഷം ഉണ്ടാകും. ആ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, സുവിശേഷം, ശരിയായ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ശരിയായ നിലയിൽ സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ശരിയായ നിലയിൽ സുവിശേഷം പറഞ്ഞാൽ അഭിഷേകവും പ്രാപിക്കും. ഒരു കാര്യത്തോടെ പറഞ്ഞാൽ ഭാഗം വിടാം. ശരിയായ നിലയിൽ സുവിശേഷം പറഞ്ഞാൽ 2:40 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:40 അതുകൂടെ വായിച്ചങ്ങ് വിടാം. പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്തത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപാട് പാലിക്കണം. ശരിയായ സുവിശേഷം കേട്ടാൽ വേർപാടുണ്ടാകും. ഇല്ല, കാണുന്നതിനകത്തെല്ലാം ചെന്ന് തലയിടും. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയടാ, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോകരുതെന്ന്. വേർപെട്ട ദൈവമക്കൾക്ക് പോകാനും നിൽക്കാനും വരാനും ഒക്കെ പ്രമാണമുണ്ട്. ഉണ്ടെന്ന് പോകും. പള്ളി പെരുന്നാളിനും പോകും. ലോകത്തിന് വരികയല്ല. അവര് പോട്ടെ, നീ ഇവിടെ വാ. ഓണം ഉണ്ണാനും പോയി വേർപാടില്ലല്ലോ. പൂശനിലെ വെട്ടിയിട്ട് ഏത്തക്ക കളിയടയ്ക്ക ഒരു അടയ്ക്കും ദൈവം. കളിയടയ്ക്ക
സകല കേസിനകത്തും പോവല്ലേ. ഓണത്തിന്റെ അന്ന് പെന്തിക്കോസുകാരെല്ലാം കസവും കൊണ്ട് കൊടുത്ത് ഫോട്ടോ, ഹായ് ഞാൻ സത്യമേ പറയൂ. ഓണത്തിന്റെ അന്ന് മനസ്സിലാകുന്നുണ്ടോ? അത് ആചരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരുണ്ട്, അവർ ചെയ്യട്ടെ. നിനക്ക് ഈ പ്രമാണമുള്ളതല്ലേ, ഇത് നിന്റെ കയ്യിലില്ലേ? ഇവിടെ എടാ, ശരിയായ സുവിശേഷം കേട്ടാൽ വേർപാടുണ്ടാകുമെന്നായി പറഞ്ഞത്. കരോളെന്നല്ലേ? കരാളാന്നോ കരോളാന്നോ എന്തു ആയിക്കോട്ടെ. ആ ഉണ്ണി പറന്നല്ലോ. എന്താ എവിടെ പറന്ന? പറന്നു ഉണ്ണിയല്ല, മണ്ണുണ്ണിയാ പറന്നത്. യേശു ക്രിസ്തു ഒരിക്കലായി പൂജാതനായി. അതെന്തിനാന്ന് ചോദിച്ചാൽ സർവജനത്തിനും ഉണ്ടാകുന്ന സന്തോഷം, നിന്റെ ഇരുട്ട് മാറ്റുവാൻ, നിന്നെ രക്ഷിക്കുവാൻ. അല്ല ആണ്ടോടാണ്ട് കേശ് പറക്കുകയാന്നോ? ഇവിടെ ഡിസംബർ 25 പറന്നു. വേറൊരു പാസ്റ്റർ നാൾ പറഞ്ഞല്ലോ, എവിടെ? ജാനുവരിയോ? ജാനുവരി 7 എവിടെ പറക്കണം? പുള്ളിക്ക് വരുന്ന ഗതികേട്. 25 വന്ന് ഇവിടെ പറക്കണം, ജാനുവരി 7 അവിടെ ചെന്ന്. എടാ, കൊണപ്പെടാത്ത പെന്തിക്കോസുകാരോടായി പറയുന്നത്, സമുദായക്കാരോടോ മറ്റുള്ളവരോടോ അല്ല ഞാനിപ്പോ പറയുന്നത്. സഭയിൽ വന്ന് ഞായറാഴ്ച എലി വിഷം തിന്നും പോലെ നീ തിന്നുകയല്ലേ, നിന്നോടാ ഇത് പറഞ്ഞത്. നീ വേർപാട് പാലിക്കണം, കർക്കശമായി വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ വരാവേറ്റം അടുത്തു പോയി. മാലിന്യത്തോടിയിടുക, മണവാളൻ വരാവേറ്റം അടുത്തു പോയി. മണിയറയിൽ പോയി. മണിയറയിൽ പോയി ആശ്വസിക്കാം, തുണയൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ശരിയായ സുവിശേഷം കേട്ടാൽ വേർപാടുണ്ടാകുമെന്ന്. അതാ സുവിശേഷം. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ഓണോ, ഞാൻ പെന്തിക്കോസുകാരോടാ ഇപ്പൊ പറയുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്ത് വെച്ചാൽ എന്റെ പള്ളക്ക് അടിക്കരുത്. പെന്തിക്കോസുകാരോടാ പറയുന്നത്, പെന്തിക്കോസുകാരോട്. കോസുകാരാന്നല്ലേ ഇപ്പൊ കുഴയുന്നത്. കൂട്ടത്തിന് അമ്മാമ്മ ഓണത്തിന് നമുക്ക് തിരുവാതിര ഉണ്ടെന്ന്. നീ ഒടിവ് കുഴയും കേട്ടോ. ഇവിടെ വന്ന് മേപ്പോട്ടും കോമ്പോട്ടും ചാടുന്ന സഹോദരി അവിടെ ചെന്ന് അല്ല പാർട്ടിയുടെ പരിപാടിയും പറയുമ്പോഴും കൊടി പിടിച്ച് മുന്നിൽ നിപ്പോട്ട്. നീയും പെന്തിക്കോസാ. പരുങ്ങുന്നേ മിക്കവാറും 10:30 വരെ പോകുകയല്ല, 9:30 ആകുമ്പോഴേ തീരും. നോക്കിക്കോ, ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേക്ക് ഓരോന്നോരോന്ന് പോകും. പോകുമ്പോ എനിക്കറിയാം ദീനം ഉള്ളതെന്ന്. ഇത് വേർപാടിന്റെ ഉപദേശമാ, വേർപാടാ. ദൈവത്തിന് മഹത്വം. നക്ഷത്രം തൂക്കി ക്രിസ്തുമസ് കേക്ക് തിന്നാച്ചായിരിക്കുന്നതല്ല. വേർപാട് പാലിക്കണം. ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കണം. കർക്കശമായി വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പെരുന്നാള് ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ ഒന്നും വിധിക്കരുത്. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ജാതികൾ ബലികഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ.
നെയ്യപ്പം തിന്ന് നെയ്യപ്പം 40 നെയ്യപ്പം തിന്ന് ആയുസം അടിച്ചു പെരുക്കി ഇവിടെ വന്ന് തിരുമേശ എടുത്ത് എന്നിട്ട് പറയാൻ തന്നെ എന്നാന്നറിയാമല്ലോ ഭാഷയെ പ്രാർത്ഥിക്കണം. അതിന് നന്നായിട്ട് പറയാം, ഭാഷയെ പ്രാർത്ഥിക്കണം. എന്നാ വരും എന്നാന്നറിയാൻ പറ്റില്ല, വയറ്റിനകത്ത് ഉരുണ്ട് കയറുന്നെന്ന്. ഇതെല്ലാം മാരി വലിച്ച് തിന്ന് പുറക്കണം. ഇനിയും കയറും, ഉരുണ്ട് കയറുകയല്ല. നാളൊരു തള്ള എന്നോട് പറഞ്ഞു, ശരിക്കും പ്രാർത്ഥിക്കുക. എന്നാ അമ്മ അസുഖം? എന്നാന്നറിയാലോ, പുറം തെറുത്ത് കയറുന്നെന്ന്. അതെന്നാ രോഗമാണെന്ന് എനിക്കിതുവരെ പിടി കിട്ടിയില്ല. അമ്മയുടെ ഭാഷയാ പുറം തെറുത്ത് കയറുന്നെന്ന്. കയറും തള്ള, ഇനിയും തെറുത്ത് കയറും. നീ ആവശ്യമില്ലാത്തടത്തെല്ലാം ചെന്ന് തലയിടുകയും വേർപാട് പാലിക്കാതിരുന്നാൽ ഇനിയും തെറുക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ വേർപാട് പാലിക്കുന്ന ദൈവമക്കൾക്ക് വിടുതലാ. ദൈവത്തിന് മകത്വം, ആമേൻ. വേർപാട് പാലിക്കുന്ന നിനക്കും നിന്റെ സന്തതിക്കും വിടുതലാ. ശരിയായ സുവിശേഷം കേട്ടാൽ കർക്കശമായ വേർപാട് പാലിക്കണം. അതെ, ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും സുവിശേഷ യോഗമായതുകൊണ്ടത് പറയാതിരിക്കാനൊക്കത്തില്ല. കുഴപ്പമില്ലല്ലോ, ഇതല്ലേ പറയണ്ടേ, ഇതാ പറയേണ്ടത്. ദൈവത്തിന് മകത്ത്. ഇനി നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാം. ഒന്നുകൂടെ വായിച്ചാട്ടെ സഹോദരിമാര്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36-ാം വാക്യമാണല്ലോ വായിച്ചത്. വായിച്ചു. യേശു ആ വാക്ക് കാര്യമാക്കാതെ ശ്രദ്ധിക്കുക. ഈ മർക്കോസിന്റെ സുവിശേഷം 4 സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞല്ലോ. സുവിശേഷം 4 സുവിശേഷത്തിന് 4 വിശേഷതകളാണ്. 4 പേര് 4 നിലയിലായി എഴുതിയത്. മത്തായി യഹൂദനെ ഉദ്ദേശിച്ചെഴുതി, മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചെഴുതി, ലൂക്കോസ് യവനായരെ ഉദ്ദേശിച്ച് എഴുതി, യോഹന്നാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ ദൈവസഭയെ ലാക്കാക്കി എഴുതിയതാണ്. മത്തായി യഹൂദനെ ഉദ്ദേശിച്ച് എഴുതിയത് കൊണ്ട് പിതാക്കന്മാരുടെ ചരിത്രം തുടങ്ങി പറഞ്ഞു. അബ്രഹാമിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായി, യേശു ക്രിസ്തുവിൻ്റെ യഹൂദന്മാർക്ക് അബ്രഹാം തുടങ്ങുന്നത് വലിയ ഇഷ്ടമാണ്. എന്തോ പറഞ്ഞാൽ അബ്രഹാം. അപ്പൊ അത് അവരെ പിണക്കണ്ടെന്ന് ഓർത്ത് പുള്ളി അങ്ങനെ തുടങ്ങിയത്. ലൂക്കോസ് ചരിത്രം പഠിച്ചയാളാ. യവനായരെ ഇവർക്ക് ഈ പാരമ്പര്യം ഒന്നും വിഷയമല്ല, അവർക്ക് ചരിത്ര തെളിവ് വേണം. അതുകൊണ്ടാണ് ലൂക്കോസ് ശ്രീമാനായ തെയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വായിച്ചേ. ഒന്നിന്റെ പെട്ടെന്ന്. ശ്രീമാനായ തെയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ലഭിച്ച വാർത്തകളുടെ നിശ്ചയം ഇന്നതെന്ന് അറിയേണ്ടതിന് ക്രമമായി എഴുതുവാൻ ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പഠിച്ചു. ആദ്യം മുതൽ പഠിച്ചു, ക്രമമായിട്ട് എഴുതി, ചരിത്രം പഠിച്ചു. അതെല്ലാം വളരെ വൃത്തിയായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. തന്നെയല്ല, പുള്ളി ഡോക്ടറാണ്. അപ്പൊ അതിന്റെ വൈദ്യനായ പ്രിയ ലൂക്കോസ്. അപ്പൊ അതിന്റെ അറിവും ജ്ഞാനവും ഒക്കെ ഉണ്ട്. അത് വളരെ അഭിനന്ദനീയമാണ്. അപ്പം മത്തായി യഹൂദനെ ഉദ്ദേശിച്ചെഴുതി, മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ച്, അന്നത്തെ ഭരണവും കൂടെ അവരാ, റോമൻ. ലൂക്കോസ് യവനായരെ, ജാതികളെ, യഹൂദന്മാർ അടയാളമൊക്കെ നോക്കുന്ന യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു എഴുതി. യോഹന്നാൻ ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. ദൈവസഭയ്ക്ക് ഇതൊന്നുമല്ല വിഷയം, ദൈവസഭയ്ക്ക് വചനമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം നമുക്ക് ആവശ്യം വചനമാണ്. ഇന്നാളൊരു ബഹുമാന്യ പുരോഹിതൻ പറഞ്ഞു, ഞങ്ങൾക്ക് വചനമൊന്നുമല്ല അടിസ്ഥാനം, സഭയാണ്, സഭയുടെ പാരമ്പര്യമാണ്. ദൈവമേ, നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ല ബുദ്ധി ഉണ്ടാകാൻ. അല്ല, എന്നാ ചെയ്യും? എല്ലാവരും പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് നല്ല ബുദ്ധി. ഇതല്ലേ അത്യാവശ്യം, വചനമല്ലേ? ഇത് വെച്ചല്ലേ നിന്നെ ന്യായം വിധിക്കുന്നത്. ഇതിന്റെ ഒറിജിനലല്ലേ അവിടെ ഉള്ളത്. ഇത് വെച്ചാ നിന്നെ എന്നെയും വിധിക്കുന്നത്. സ്തോത്രം ആട്ടെ. അപ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം ഇത് വ്യത്യസ്തതയുണ്ട്. കാരണം നിങ്ങൾക്കറിയാം മർക്കോസിന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങളും 20-ഉം 30-ഉം അധ്യായത്തിനിടയിലുണ്ട്. 20-നും 30-നും ഇടയ്ക്കാ മറ്റ് 3 സുവിശേഷവും. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം, 20-ന് മേളില്. മത്തായി 28 അധ്യായം, ലൂക്കോസ് 24 അധ്യായം. പക്ഷെ മർക്കോസ് 16 ഉള്ളൂ, ഒത്തിരിയില്ല. തന്നെയല്ല, ഈ മർക്കോസ് ചരിത്രമൊന്നും അധികം പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അധികം ചരിത്രം പറയാതിരിക്കുന്നതാ നല്ലത്. മത്തായി കുറച്ച് ചരിത്രമൊക്കെ ആദ്യം പറഞ്ഞു, അബ്രഹാം മുതലുള്ള ചരിത്രം പറഞ്ഞു. ലൂക്കോസ് ആണെങ്കിൽ നന്നായിട്ട് ചരിത്രം പറഞ്ഞ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ ജനനത്തിന് മുമ്പ് യോഹന്നാൻ സ്നാപകന്റെ ജനനവും കൂടെ പുള്ളി തെളിയിച്ചു, ചരിത്രമെല്ലാം തെളിയിച്ചു. അപ്പോൾ മർക്കോസ് ഇതൊന്നും തെളിയിച്ചില്ല. മർക്കോസ് തുടങ്ങുന്നത് സുവിശേഷം പറഞ്ഞോണ്ടോ, ഒന്നിന്റെ ഒന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതല്ലേ അത്യാവശ്യം, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവത്തിന്റെ മകൻ, നമുക്ക് ആവശ്യം സുവിശേഷമാണ്. സുവിശേഷം
ഇത് റോമാക്കാരെ ഉന്നം വെച്ച് എഴുതാൻ കാര്യം, റോമാക്കാർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ക്ഷണത്തിലാ, എല്ലാം പെട്ടെന്നാ. ചുമ്മാ വലിച്ചു വാരി നമ്മുടെ ആൾക്കാർ സാക്ഷി പറയുമ്പോൾ നല്ലവനും വല്ലവനും വിശ്വസ്തനും ഹല്ലേലൂയ ഇന്ന് കറങ്ങുക. മെനക്കേട് കേസ് ഒത്തിരി ഉണ്ട്. ഞാനാണ് ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ല ആയതുകൊണ്ട് ഞാനേ പറയും, സഹോദരിമാരെല്ലാം സാക്ഷ്യം പറയാനുണ്ട്, എഴുതേക്കാൻ പറയും. എഴുതേക്കാൻ പെട്ടെന്ന് പറഞ്ഞോണം. പരത്തിയാ ഞാൻ അന്നേരം ഇരുത്തും, അത് വേറൊരു വിഷയം. ആരും അങ്ങനെ പരത്താറില്ല. പിന്നെ വെളിയിൽ നിന്ന് വരുന്ന ആരെങ്കിലും പരത്തുകാരനെ ഞാൻ അതിനെ പരുവത്തിന് കൈകാര്യം ചെയ്യാറുണ്ട്. മെനക്കേട് കേസ് ഒത്തിരി ഉണ്ട്. ചുമ്മാ നിന്നങ്ങ് കറങ്ങുക, കുടച്ചക്കറം കറങ്ങും പോലെ. പണ്ട് ഇരിക്കാൻ വേണ്ടി ഒരു തള്ള കറങ്ങിയപ്പോൾ തിരിഞ്ഞു പോയി. ഇരുന്നപ്പം വേറൊരു തള്ളയുടെ തലയിലോട്ടായിരുന്നത്. കണ്ണടച്ചാ കറങ്ങിയത്. സഭ രണ്ടായി. നിർമ്മലകര പറഞ്ഞതല്ല, പറഞ്ഞേച്ച് അങ്ങ് നിന്നങ്ങ് കറങ്ങിച്ച് കണ്ണടച്ചല്ലേ കറങ്ങുന്നത്. ഇരുന്നപ്പം അപ്പം മറ്റേ തള്ള പറഞ്ഞു, ഇവള് മനഃപൂർവ്വം എൻ്റെ തലയിൽ നടന്ന കാര്യമാ. മെനക്കേട് അറിയാം, ഞാൻ പറയണോ? പിന്നെ അറിയാം. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ മർക്കോസിന്റെ സുവിശേഷം വളരെ ചുരുക്കം അധ്യായം, 16 അധ്യായമേ ഉള്ളൂ. കാരണം ഇത് എല്ലാം ഒന്നും വിസ്തരിക്കുന്നില്ല. തുടക്കത്തില് സുവിശേഷമാണ്. ഒന്നുകൂടെ വായിച്ചാട്ട് ദൈവദാസി 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും ആവശ്യം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. സുവിശേഷം കൊണ്ട് രക്ഷപ്പെടൂ. സുവിശേഷത്താലെ മാറ്റമുണ്ടാകൂ. സുവിശേഷം വന്നെങ്കിൽ ജനം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒത്തിരി വലിച്ചു വാരിയൊന്നും പറഞ്ഞിട്ടില്ല. ഈ തന്നെയല്ല, ഈ മർക്കോസിന്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രാജാവായിട്ടല്ലല്ലോ, മത്തായി രാജാവായിട്ടാണ്. അതുകൊണ്ടാണല്ലോ 2-ാം അധ്യായത്തിലും വന്ന് അവർ ചോദിച്ച ചോദ്യം, രാജാവായിട്ട് പറഞ്ഞവൻ എവിടെ? അപ്പോൾ ഈ മർക്കോസ് രാജാവായിട്ടല്ല, ദാസനായിട്ടാ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ്ട് 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യമല്ലയോ? നമുക്കറിവുള്ള വാക്യം ഒന്ന് വായിച്ചോ. 10:45. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതിനാ വന്നിരിക്കുന്നത്. വന്ന യേശുവിനെയാ മർക്കോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശുശ്രൂഷിപ്പാനല്ല. ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല വന്നത്. ചെയ്യിപ്പാൻ നമ്മളെല്ലാം ചെയ്യിപ്പിക്കുന്നവരാ. സ്തുതിച്ചാട്ടെ, സ്തുതിക്കുകയല്ല. ഒരിക്കൽ കൂടെ ഇപ്പൊ ചില കൺവെൻഷൻ, ഞാൻ എന്നെയും കൂടെ പറഞ്ഞ കൺവെൻഷൻ ആണെങ്കിലും ചെല്ല് ഹല്ലേലൂയ, പിന്നെ പാവം പിടിച്ച സഹോദരിമാര് അതുങ്ങളുണ്ടോ അവരോർക്കും തന്നെ ഇയാൾക്ക് വിലക്കം വന്നതാണോ, ജാതം മുട്ടിയതാണോ, ഇയാളെന്ത് കൊടുക്കാതെ എൻ്റെ അപ്പാ ഹല്ലേലൂയ. ഇനി താറാവ് വെള്ളത്തിൽ ചാടും പോലെ നമ്മുടെ ആരാധന. ആദ്യം ഒരു താറാവ് ചാടിയാൽ മതി, പുറകെ വരുന്ന താറാവ് മുഴുവൻ എന്തിനാ നീ ചാടിയത്? അങ്കമ്മ ചാടിയപ്പോൾ പിന്നെ ഞാൻ എന്തിനാ കരക്കിക്കുന്നത്? ഞാൻ എടുത്ത് ചാടി. ഇതാണല്ലോ ആരാധന. മരുന്നവൻ എടുത്ത് ചാടുക. ഇത് എന്നാന്നൊന്നും അറിഞ്ഞോണ്ടൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് സ്തുതിച്ചാട്ടെ, പുള്ളി അനങ്ങുകയല്ല. ഒരിക്കൽ കൂടെ അതല്ല, നമ്മളെല്ലാം ചെയ്യിപ്പിക്കുന്നവരാ. യേശു ചെയ്യിപ്പിക്കാൻ വന്നതല്ല, ദാസനായിട്ട് അവിടുന്ന് ചെയ്യുക. സ്തോത്രം. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൽ ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൽ മതി. ദൈവത്തിന്റെ മഹത്വം. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യാനാ അവിടുന്ന് വന്നത്. ഒരു ദാസനെ പോലെ അതാ മർക്കോസ് എഴുതിയിരിക്കുന്നത്. ദാസനെ പോലെ. ദാസനാണോ യജമാനാണോ കൽപ്പന കൊടുക്കുന്നേ?
യജമാനനാ കൽപ്പന കൊടുക്കുന്നത്. യജമാനൻ കൊടുക്കുന്ന കൽപ്പനയെല്ലാം ദാസൻ ചെയ്യണം. അതാ ദാസൻ, ആ രൂപമായ യേശു. ഈ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം മാത്രമാക്കി ഒതുക്കാൻ കാര്യം എല്ലാം പെട്ടെന്ന് വലിച്ചു വാരി പറയുന്നത് ഇഷ്ടമല്ല, പരത്തുന്നതും ഇഷ്ടം. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-2 പദമുണ്ട്. നിങ്ങൾ മൊത്തം ഇത് പഠിച്ചാൽ ഇങ്ങനെ ഒരു പദം ഉടനെ, അങ്ങനെ കൊടുത്തിരിക്കണം. ഉടനെ ഏതാണ്ട് ഈ സുവിശേഷത്തിൽ 16 അധ്യായം മൊത്തം പഠിച്ചാൽ 40 പ്രാവശ്യം ഉടനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ഉടനെ. അതൊരു നല്ല മാതൃകയാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉടനെ പ്രാർത്ഥിച്ചോണം. അങ്ങനെ വേണം. ഇതിലോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പിന്നെ വട്ടമൊന്ന് എഴുന്നേറ്റൊന്ന് നിന്നു, പിന്നെ ഒന്ന് കണ്ടു. എനിക്ക് കേസൊക്കെ ഞാൻ ഒരിക്കലേ നമ്മുടെ ഒരു കർത്തൃദാസനുമായിട്ട് യോഗം നടത്തുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പുള്ളി നല്ല ചടികടാൻ നിൽക്കുന്ന ആളാ. പുള്ളി പറഞ്ഞു, ഒരപ്പച്ചൻ്റെ പേര് പറഞ്ഞു. ഞാൻ പേര് മാറ്റി അങ്ങ് പറയുക, അല്ലെ പിന്നെ ആര് വല്ലതും ഉണ്ട് പക്ഷേ ഏതായിട്ട് എന്നെ ഒന്ന് കണ്ടേച്ച് പോകണമെന്ന് പറയാം. വെറുതെ എന്തിനാ, എനിക്ക് അന്നേ ഓടാനും വയ്യ. അപ്പം പാസ്റ്റർ പറഞ്ഞു, ഇപ്പം വാക്കേലെ അച്ചായം പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥിച്ച് യോഗം നിർത്താൻ പോവാ. ഇപ്പം വാക്കേലെ അച്ചായം പ്രാർത്ഥിച്ച് യോഗം നിർത്തും. കുറച്ച് കഴിഞ്ഞിട്ടും പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പുള്ളി നോക്കിയപ്പോൾ അച്ചായം പതുക്കെ എഴുന്നേറ്റ് മുണ്ടൊക്കെ വന്നു, മടക്കു വന്നു. പിന്നെ പുള്ളിയുടെ ഇല്ല, ഉടുത്ത് വരുന്നുകൊണ്ട് ബേബി പ്രാർത്ഥിച്ച് പെട്ടെന്ന് യോഗം നിർത്ത്, ഞാൻ പിന്നെ തരാന്ന്. തന്നെ സമയം കളയരുത്. സമയം അധികമില്ല. ഇത് രക്ഷാദിവസമാണ്. ഇത് സുപ്രസാദ കാലമാണ്. നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, അടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത ദിവസമാകെ ഇത് നീക്കി വെക്കേണ്ട സമയവും സന്ദർഭവുമല്ല. ഇന്ന് രാത്രി രക്ഷാദിവസമാ. ഇത് സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി ഈ പന്തലിൽ വന്ന ആമൻ പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുത്ത് പോകണം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ ഇന്ന് രാത്രി സ്നാനമനുഷ്ഠിക്കുവാൻ തീരുമാനമെടുക്കണം. ഒക്കുന്നെങ്കിൽ രാത്രി തന്നെ പോയി മുങ്ങണം. ആരും മുക്കാനില്ല, ഞാൻ മുക്കുകയും ചെയ്യാം. ഞാൻ ഒരു ജോഡി ഡ്രസ്സുമായിട്ടാണ് വന്നേക്കുന്നത്. എനിക്കറിയാം അഥവാ എന്ത് പിന്നെ പിന്നേക്കോ തുണിയില്ല തങ്കമ്മ എന്ന് പറഞ്ഞ് പോകാൻ നേരമില്ല. അന്നേരം ഒരു ജോഡി കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി തന്നെ മുക്കും. രാത്രി മുക്കിയെന്ന പുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ, കർത്താവിൽ മൺമറഞ്ഞ മുട്ടങ്കി വർഗച്ചനെ രാത്രി തന്നെ മുക്കിയെന്ന. മടത്തിലെത്തുകാരുടെ കുളത്തിലെങ്ങാണ്ട രാത്രി കുടിച്ച കുളമാണ്, അതിനകത്ത് രാത്രി മുക്കി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പ്രമാണമാണ്. ഇന്ന് രാത്രി രക്ഷാദിവസമാണ്. ഈ രാത്രി സുപ്രസാദ കാലമാ. അഭിഷേകം പ്രാപിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്ക്. അവിടുത്തെ സമയമെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ നിറയ്ക്കുമെന്നാണ്. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ള. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്കുന്ന ശൂലമിയാളെ. ഓ കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്കുന്ന ശൂലമിയാളെ. ഇന്ന് രാത്രി സുപ്രസാദ കാലമാ. ഈ രാത്രി രക്ഷാദിവസമാ. യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് ഒരു ദൈവ പൈതലായിട്ട് വേണം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് നീ പോകാൻ. ഉടനെ പിന്നത്തേക്ക് സമയം വെച്ച് നീട്ടരുത്. ഉടനെ. അവിടെ രണ്ട് മൂന്ന് തെളിവ് തരാം. ഉടനെ എന്ന് 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം 1:10. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ അമാന്തിച്ചില്ല. 1-ാം അധ്യായത്തിന് 42 വായിച്ചേ. ശുദ്ധമാകാ എന്ന് പറഞ്ഞ ഉടനെ ശുദ്ധമാകാ എന്ന് പറഞ്ഞ ഉടനെ 2:2 വായിച്ചേ. വാതിൽക്കൽ ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ഇനി 6-ാം വാക്യം വായിച്ചേ. 3:6. പരീശന്മാർ ഉടനെ. ഒത്തിരി ഉണ്ട് നേരമില്ലാത്ത. ഉടനെ എല്ലാം 40 പ്രാവശ്യത്തോളം ഉണ്ട് ഉടനെ. അപ്പൊ ഉടനെ. അതുകൊണ്ടാ 16 അധ്യായത്തിൽ ഒതുക്കി വലിച്ചു വാരിയൊന്നും പറഞ്ഞില്ല. സ്തോത്രം. എല്ലാം പെട്ടെന്നായിരിക്കണം കേട്ടോ. എപ്പോഴും അവസരം കിട്ടുകയല്ല കേട്ടോ. ആരാധിക്കാന്ന് പറഞ്ഞാൽ ആമൻ അന്നേരം ദൈവത്തെ ആരാധിച്ചോണം. പാട്ട് പാടാന്ന് പറഞ്ഞാൽ അന്നേരം പാട്ട് പാടിക്കോണം. ചിലക്ക് പിന്നെ സന്ദർഭോചിതമായിട്ട് പാടാനൊന്നും
ആകെ 2 പാട്ടുമായിട്ടായി നടക്കുന്നത്. അത് മരണ വീട്ടിലാകുക തന്നെ, കല്യാണ വീട്ടിലാകുക തന്നെ, പ്രതിഷ്ഠയ്ക്കും അത് തന്നെ, കൊച്ചിനെ പ്രതിഷ്ഠയ്ക്കും അതുപോലെ യാത്ര പോകുമ്പോൾ അത് തന്നെ, ഈ ആകെ 3 പാട്ടുണ്ട്. ഞങ്ങളാണ്ട് സുബിന്റെ അമ്മാച്ചൻ്റെ വീട്ടിലൊരു യോഗത്തിന് പോയി. കസന്റെ കൊച്ചിന്റെ പ്രതിഷ്ഠ, കൊച്ചിന്റെ പ്രതിഷ്ഠയാ. അന്ന് യോഗം ലീഡ് ചെയ്തത് സുബിന്റെ ഫാദറാ, പെന്നിച്ചനാ. പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞ് നമുക്കൊരു പാട്ട് പാടാം. ആരും പാടുന്നില്ല. നമ്മൾ അതിഥികളായിട്ട് ചെന്നപ്പോൾ നമ്മളെ ചില സഭയിലൊക്കെ ആസ്ഥാന ഗായകരുണ്ട്. ആസ്ഥാന ഗായകര്. അപ്പം അവരിയ്ക്കുമ്പോൾ നമ്മൾ കയറി പാടി അവർക്ക് ഇഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടില്ല, അവരാരും പാടും. അപ്പം ബെന്നിച്ചാൻ പറഞ്ഞ് പാട്. ആരും പാടുന്നില്ല. ഒരു യോഗം അങ്ങോട്ട് തുടങ്ങുക. ഉടനെ പാടി ഒരമ്മ പാടുക, ഒലിവുമല്ല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഒരു യോഗം ആരംഭിക്കുമ്പോൾ ഇതാണോ പാടുന്നത്? ഒലിവുമല അതിന് ഈ തള്ളക്കെന്നാ? നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞല്ല. ഒരു യോഗം ആരംഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതം പാടണം. കാരണം ആരാധനയ്ക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും മഹത്വത്തിനും യോഗ്യൻ ഒരുവൻ മാത്രമാ. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന കുഞ്ഞാടെ നീ യോഗ്യൻ, നീ മാത്രമാ യോഗ്യൻ. ഒരു ആരാധന തുടങ്ങുമ്പോൾ ദൈവത്തെ അതിനൊക്കെ മിടുമിടുക്കൊരു ബ്രദറുകാരാ. അത് അഭിനന്ദിക്കാതിരിക്കാം. അവിടെ ഇങ്ങനെ ഇരിക്കുക. അണുവട തെറ്റിച്ചാൽ അന്നേരം പിടി. അവര് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടാ തുടങ്ങുന്നത്. സ്തുതിഗീതമുണ്ട്. അതവർക്കറിയാം. അവരങ്ങനെ. നമ്മുടെ ആൾക്കാർ ദൈവമേ അങ്ങ് സങ്കടം വരും. കൺവെൻഷൻ തുടങ്ങിയാൽ ഉടനെ സ്തുതിഗീതമല്ലല്ലോ ചിലടത്ത് പാട്ട്. ഇവര് 2 പാട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അത് വെച്ച് അങ്ങ് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കീച്ചുക. അതല്ല, ഈ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട് പാടണം. നമ്മുടെ മഹത്വമെല്ലാം മറച്ചു വച്ചേക്കണം. മഹത്വത്തിന് യോഗ്യൻ ദൈവമാ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന പാട്ടുകൾ വേണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പാട്ട് കേട്ടു, നന്നായിരിക്കുന്നു. എന്തുവാ? ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. അതാരാ പാടിയത്? നല്ല പാട്ടാ. അല്ലാതെ ഒലിവുമല ഒലിവ് കഴിഞ്ഞോ കണ്ട് ജോസഫാഷ പറഞ്ഞത്. ഒരാൾ പാടാൻ പറഞ്ഞു ശാന്ത തുറമുഖം അടുത്ത്. അതിന് നിനക്ക് അവള് തുറമുഖമെങ്കിലും അടുത്ത് നീ എവിടാന്ന്? ശാന്ത ഒന്നും ശാന്ത തുറമുഖം. പുള്ളി പറഞ്ഞ അവള് തുറമുഖം അടുത്തല്ലോ, നീ ഇപ്പൊ എവിടാ? സന്ദർഭോചിതമായിട്ട് പാട്ട് പാടി വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ആട്ടെ, നമ്മുടെ വിഷയമല്ല, നമുക്ക് വിഷയം വിട്ടേക്കാം. അപ്പൊ ഉടനെ ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ വിശേഷത ഉടനെ പെട്ടെന്ന് ആ കാര്യങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ഓടിച്ചു പറയാ, ഈ സുവിശേഷത്തിന്റെ വേറൊരു പ്രത്യേകത 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 11 വരെ പഠിച്ചാൽ 4 പേരുടെ ശബ്ദം നമുക്ക് ശ്രവിക്കാം. 4 പേരുടെ ശബ്ദം. അതിൽ ഒന്ന് മർക്കോസ് പറയുന്നത് വായിച്ച 1:1. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അത് മർക്കോസ് ആണല്ലോ എഴുതിയത്. മർക്കോസ് എഴുതിയത് കൊണ്ട് ഇത് മർക്കോസ്. ഇനി 2-ാം വാക്യം. ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് യെശയ്യാ പ്രവാചകൻ പറയുന്ന ഭാഗമാണ്. 1-ാമത്തെ വാക്യം മർക്കോസ് എഴുതിയിരിക്കുക, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അത് മർക്കോസാ. 2-ാം വാക്യത്തിൽ യെശയ്യാ പ്രവചനത്തിലെ വാക്യം ഉദ്ധരണി എടുത്ത് പറയുക എന്ന് യെശയ്യാ പ്രവാചകൻ. അപ്പോൾ യെശയ്യാവിന്റെ വാക്ക്. ഇനി 7-ാം വാക്യം വായിച്ച 7-ാം വാക്യം. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ. ഇത് യോഹന്നാൻ സ്നാപകന്റെ വാക്കാ. അപ്പൊ മർക്കോസ് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു, എടുത്തു പറഞ്ഞു. ഇപ്പത്തെ യോഹന്നാൻ സ്നാപകനും പറഞ്ഞു. ഇനി വേറൊരു വാക്കുകൂടുണ്ട്. 11-ാം വാക്യം 11. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് സർവജ്ഞനായ ദൈവത്തിന്റെ വാക്കാ. ദൈവത്തിന് മഹത്വം. അപ്പോൾ മർക്കോസ് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞിരിക്കുന്നു, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പത്തെ ദൈവം തമ്പുരാൻ ഡയറക്റ്റ് പറയുക, നീ എന്റെ പ്രിയപുത്രൻ. ഇതുപോലെ സാക്ഷ്യം കൊണ്ട് വേറെ ആരിയിരിക്കുന്നു? ഒരുത്തരുമില്ല. അതുപോലെ ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വമുള്ളവനുമാ നസറായനാകുന്ന യേശുക്രിസ്തു.
ദൈവത്തിന്റെ മഹത്വം. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇതിന് അധികം കാര്യമൊന്നും പറയുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ദാസൻ ശുശ്രൂഷ ചെയ്യുക, ചെയ്യിപ്പിക്കുകയല്ല, ചെയ്യിപ്പിക്കരുത് കേട്ടോ. ചെയ്യണം. നടന്നങ്ങോട്ട് പോകുമ്പോൾ ഒരു കസേര തെറ്റിക്കിടക്കുകയാണെങ്കിൽ അതല്ല. മനസ്സിലായി? നമ്മളൊരു വീട്ടിലോട്ട് ചെന്നല്ലേ, നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ഒരു സാധനം നിലത്ത് കിടക്കുക, ആണോ എൻ്റെ മാറ്റണം? ഞാന് ഇഷ്ടപ്പെടുകയല്ല, എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഏറ്റക്കൂടില്ല. പക്ഷെ ഞങ്ങളുടെ അമ്മയുടെ രീതി അതാ ഭയങ്കര പരമാ. താഴെ ഇട്ടിട്ടു ഊപ്പാട് വന്നു. ദൈവം ആയുസും ആരോഗ്യം ലോകത്തിന്റെ എവിടെ പോയിട്ടാലും ശിവപാസ്റ്റും ആരോഗ്യം ആയുസും ദൈവം തന്നാ മതി. അങ്ങനെ ഒത്തിരി പേര് ചെയ്ത് സ്തോത്രം. ഞങ്ങള് ചെറിയൊരു അനുഭവം പറഞ്ഞത് ചെയ്യിപ്പിക്കുകയല്ല, ചെയ്യണം. അത് ദാസന്റെ ആ മനസ്സ് യേശുവിന്റെ മനസ്സ്. നിങ്ങൾ ആ ഭാഗം പഠിച്ച് അതുകൂടെ പറഞ്ഞ ആ ഭാഗം പഠിച്ച് നല്ല മനസ്സാണ്. നമുക്ക് ആ മനസ്സ് വേണേ. ഞങ്ങളുടെ ഉപ്പാപ്പന്റെ മകള് മരിച്ചു. പത്രോസിന്റെ വീട്ടിൽ ചെന്നു. അമ്മായിയമ്മ വീട്ടിൽ എല്ലാവർക്കും കോവിഡാ, പനിയാണോ എന്ന് ഡൗട്ട്. ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. യേശു കൈക്ക് മോർച്ചറി പനിയുള്ള അമ്മയുടെ അങ്ങനെ എഴുതിയേക്കുന്ന ഒന്ന് വായിച്ചേ. ഞാൻ സന്ധ്യയ്ക്കും വായിച്ചതാ. ഞാൻ പറഞ്ഞു ഞാൻ വന്നൊരുക്കാന്ന് പറഞ്ഞു. 29 മുതൽ വായിച്ചോ. 1 രാവിലെ പ്രാർത്ഥിച്ച് ആത്മാവ് നിറഞ്ഞു ബലപ്പെട്ടു. ദൈവം ശക്തി ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശിമോന്റെയും അന്ത്രയോസിന്റെ വീട്ടിൽ വന്നു. അവിടെ ശിമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. നഴ്സുമാരൊക്കെ ഉണ്ട്. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചു. അതാ ആ മനസ്സ് കണ്ടോ? അവളതെല്ലാം അടുത്ത് ചെന്ന് അവളതെല്ലാം ഇട്ടില്ല, കൈക്ക് പിടിച്ചു. പനിച്ച് കിടക്കുക അമ്മ. ഇന്നത്തെ രോഗശാന്തി വരപ്രാപ്തന്മാരാണ് എല്ലാരും. ഒന്നും കോവിഡിന്റെ സമയത്ത് രോഗശാന്തി വരപ്രാപ്തന്മാർ ആരെയും കണ്ടില്ല. എല്ലാം മൂടിക്കെട്ടി പരികാത്തിരിക്കുകയാണ്. അകത്തിരുന്ന് ബെഡ്റൂമിൽ ഇരുന്ന് ഇപ്പോൾ ഞാൻ ലൈവിലുണ്ട്. ഞാനൂടെ കൂടി ക്രമീകരിച്ചു. സ്ത്രീ ആണല്ലോ, പിന്നെ പെങ്ങളും ഉണ്ടായിരുന്നു. ഒരു വരപ്രാപ്തന്മാരിന്റെ വെളിയില് എല്ലാം ക്രമീകരിച്ച് ഡെഡ് ബോഡി ആവാലത്ത് കൊണ്ടുവന്ന് നമുക്ക് അവിടെ ഒരു മരണ വീടുണ്ട് പോകാം. എന്തുവായിരുന്നു എല്ലാരും മാറി. ഞാൻ അടുത്തിരിക്കാം. ഈ വരപ്രാപ്തന്മാരൊക്കെ ഇതേ ഉള്ളൂ. സ്വന്തം കാര്യം എന്റെ. പക്ഷെ യേശു അങ്ങനല്ല. പനി പിടിച്ച് കിടക്കുക. യേശു എന്ന് ആ മാന്യ അമ്മയുടെ കൈക്ക് പിടിച്ചു. അതാ ദാസനും അഭിപ്രായമാ. പോലെ കോവിഡ് സമയത്ത് മരണ വീട്ടിൽ പോയവര് നമ്മളെല്ലാവർക്കും ഒന്നും കൈ കൊടുക്കത്തില്ലല്ലോ. കൊടുക്കുകയല്ല. എനിക്ക് ചിലരെ അറിയാം, പേരൊന്നും പറയുന്നില്ല. ഭയങ്കര ആൾക്കാരാ, പേരൊന്നും പറയുന്നില്ല. അവരോട് സംസാരിക്കാൻ ഭാഷ ഞാൻ ചിലപ്പോ സംശയിക്കാറുണ്ട്. അതൊക്കെ ദൈവകൃപയാ. ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു കുഴപ്പവും നിനക്ക് വരികയല്ല. ഞാൻ പറഞ്ഞതല്ല. യേശുക്രിസ്തുവിന്റെ ദാസരൂപം സുവിശേഷം തന്നെയാണ്. ഒരു വരപ്രാർത്ഥനും അങ്ങനെ കൈക്ക് പിടിച്ചോ? എല്ലാവർക്കും കൈ കൊടുക്കുക. ദാസരൂപം എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുകയല്ലോ. ഈ ഒരു മനോഭാവം അവരും പ്രസംഗിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം. ദൈവത്തിന്റെ മകത്ത് യേശുവിന്റെ മനസ്സ് എല്ലാവരും ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി മനുഷ്യനായി കാണപ്പെട്ടോനെ. വേഷത്തിൽ കാണപ്പെട്ടോനെ മനുഷ്യ ജന്മമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യ ജന്മമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഞാൻ മുന്നോട്ട് ഓടിച്ചു പോകാം. അതാണ്
മർക്കോസ് വെളിപ്പെടുത്തി ദാസനാകുന്ന ദാസരൂപമെടുത്ത മകൾ വ്യക്തിയാകുന്ന നസറേയനാകുന്ന യേശുക്രിസ്തു. 5-ാം അധ്യായത്തിന്റെ 36-ാം വാക്യ പശ്ചാത്തല ഭാഗം അറിയുക. അവൻ കർത്താവ് അവനൊരു പെൺകുട്ടിയെ സൗഖ്യമാക്കുവാൻ സ്വന്തം ഗുണമല്ല വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. അടുത്ത പേരൊന്നും എഴുതിയിട്ടില്ല. ക്രിസ്തുവേശുവിന്റെ ഭാവമാകട്ടെ. അതാ മർക്കോസ് ദാസനെ വെളിപ്പെടുത്തി ക്രിസ്തുവേശുവിന്റെ ഭാവം. ആ ഭാവമാ ചെന്ന് അമ്മയുടെ കൈക്ക് പിടിച്ചു പനിച്ചു കിടക്കുക. പനി മാറിയാച്ചിക്കോ, പനി ആ പകര് വന്നൊന്ന് യേശു സ്തോത്രം. പിന്നെ നമ്മളെന്തെല്ലാം പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ട് പോകുകയാണ്. ഇത് വെച്ച് പോകുന്ന ആളിനെ ഞാൻ കണ്ടു. അപ്പൊ യേശുവിനോട് വന്ന് പറഞ്ഞു, പള്ളിപ്രമാണിയുടെ മകള് ആ യായിറോസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. 22-ാം വാക്യം വായിച്ച് 5-ാം അധ്യായത്തിന്റെ. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടു കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ വിട്ടേക്കുന്ന പേര് കുഞ്ഞുമോളെന്ന. കൈ കഴുകി ഊപ്പാട് വന്നു. കുഞ്ഞുമോള് മരിക്കാറായി. യേശുവിന്റെ അടുക്ക വന്ന് പറഞ്ഞു, കുഞ്ഞുമോള് അങ്ങനെ ഒത്തിരി പേര് ചെയ്ത് കേട്ടോ. ഞങ്ങള് ചെറിയൊരു അനുഭവം പറഞ്ഞു, സൗഖ്യം പിടിച്ചതിനെ ഞങ്ങൾ അടക്കി. അപ്പൊ അതിന് പുറകിൽ ചില സംഭവങ്ങൾ നടന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് രക്തസ്രവക്കാരിയായ സ്ത്രീയെ യേശു സൗഖ്യമാക്കി. അവങ്കിൽ നിന്ന് ശക്തി പുറത്തു. ഞങ്ങളുടെ ഉപ്പാപ്പന്റെ മകള് മരിച്ചു. 4-ാം അധ്യായത്തിന്റെ 32 മുതൽ പഠിക്കുമ്പോൾ അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് യേശു എല്ലാവർക്കും പറഞ്ഞു. 5-ാം അധ്യായത്തിൽ ഗദരദേശത്ത് പൂരഗ്രസ്തന് വിടുതൽ കൊടുക്കുക. അതുകൊണ്ട് ആ കാറ്റും കോളും ഒക്കെ ശക്തമായിട്ട് വന്നത്. സന്ധ്യയായപ്പോ യേശു ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് ഒന്ന് പോകാം. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അക്കരയ്ക്ക് പോകാൻ പറയാൻ വേറൊരു കാരണം, സംഖ്യാപുസ്തകം 32-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവരുടെ പിതാക്കന്മാര് ഇക്കരയ്ക്ക് വരാതെ ശടിച്ചവരുമുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് ഒന്ന് പോകാം. അങ്ങനെ അക്കരയ്ക്ക് പോവുക. അക്കരയ്ക്ക് പോകുന്നത് എന്തിനാന്ന് യേശുവിനറിയാൻ, ശിഷ്യന്മാർക്ക് അറിയത്തില്ല. അവിടെ നാളുകളായി പിശാചിനാൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ കിടക്ക്, ഗദരദേശത്തെ പൂരഗ്രസ്തൻ. അവന് വിടുതൽ കൊടുക്കാനാണ് യേശു പോകുന്നത്. ശിഷ്യന്മാർക്ക് അറിയത്തില്ല. പക്ഷെ പടകിൽ കഴിഞ്ഞ് അക്കരയ്ക്ക് പോകുക. അല്പം കഴിഞ്ഞപ്പോ കാറ്റും കോളും ഒക്കെ ശക്തമായി പടക് മുങ്ങുമാറായിട്ടുകൊണ്ട് ശിഷ്യന്മാര് പ്രാണഭയത്തിലായി. ഗുരുവിനെ ഉണർത്തി. കർത്താവ് തലകണ വെച്ച് അമരത്തിൽപ്പെട്ടു. ഉറങ്ങുക, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ കർത്താവിനെ ഉണർത്തി, 4 ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ? സ്ത്രീയാണല്ലോ. വന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രാകലില കടലിൽ. വന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രാകലില കടലിൽ. വലിയൊരു പടകിൽ യാത്രാകലില കടലിൽ. അമരത്തിരുന്ന നിദ്രയിലാണ്ടു അവർ ഭദ്രതപ്പെട്ടു. പക്ഷേ കാറ്റും പോലും ശാന്തമായി ഏറ്റു. കാറ്റിനെ ശാസിച്ചു. ഈ കാറ്റ് പ്രകൃതിയുടെ പ്രതിഭാസത്താൽ ഉളവായ കാറ്റല്ല. എന്റെ ഭാഷയിൽ വചനത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ ഇത് പിശാചടിപ്പിച്ച കാറ്റ്. അഭിപ്രായമാണ്. ചില കാറ്റൊന്നും പ്രകൃതിദത്തമായതല്ല, ചിലത് കാറ്റ് പിശാചടിപ്പിക്കും. പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരുന്നപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പെരയെല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ മണ്ടേ വീണ് കുഞ്ഞുങ്ങൾ 10 മരിച്ചു. പക്ഷേ 10 കൊണ്ട് പുള്ളി പറഞ്ഞു, യഹോവയെടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ചില കാറ്റ് പിശാചടിപ്പിക്കുന്ന ഈ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അതെ, ഈ രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. ദൈവരൂപത്തിൽ രോഗം ചികിത്സിക്കാൻ ഡോക്ടർമാര് കണ്ടുപിടിച്ചു. സ്കാൻ ചെയ്യപ്പെട്ടോനെ വെളിപ്പെടുത്തി ദാസനാകുന്ന 5-ാം അധ്യായത്തിന്റെ 36-ാം വാക്യ പശ്ചാത്തല ഭാഗം
കർത്താവ് ഒരു സ്കാനിംഗ് മെഷീനിൽ തെളിയത്തില്ല. രോഗബന്ധനം കണ്ടുപിടിക്കുന്ന ഒരു മെഷീനും ഉണ്ടായിട്ടില്ല. എന്നാൽ എന്റെ ഭാഷയിൽ പറയാം, രോഗം ചികിത്സിച്ച ഭേദമാകും. രോഗബന്ധനം ദൈവമക്കൾ ആത്മനിറവിൽ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി നിന്റെ അസ്ഥിക്കകത്ത് ധമനിക്കകത്ത് രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗത്തെയും രോഗബീജങ്ങളെ അടിച്ചു മാറ്റി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. രോഗം ചികിത്സിച്ച ഭേദമാകും. എന്റെ ഭാഷ രോഗബന്ധനം ആരാധിച്ചാൽ ഇന്ന് രാത്രി മാറും. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിന്റെ ബന്ധനങ്ങള് ഇന്ന് രാത്രി ദൈവം അടിക്കും. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തിയാൽ രോഗപീഠകളിൽ വളരുന്ന ആരെങ്കിലും ഇന്ന് കേൾക്കുന്നെങ്കിൽ ഇവിടെ വന്നെങ്കിൽ ഈ രാത്രി വചനം അയച്ച് അതിവേഗത്തിൽ ഓടുന്ന വചനം നിന്നെ സൗഖ്യമാക്കുന്ന വചനം. അപ്പൊ അതിന് പുറകിൽ ചില സംഭവങ്ങൾ നടന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ രക്തസർവ്വകാരിയായ സ്ത്രീയെ യേശു സൗഖ്യമാക്കി. പടകക്കരെ അടുക്കരുത്. 4-ാം അധ്യായത്തിന്റെ 32 മുതൽ പഠിക്കുമ്പോൾ അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞു. 5-ാം അധ്യായത്തിൽ അതുകൊണ്ട് കാറ്റും ബോളും കടലും കോപിച്ചു. അവന് വിടുതൽ കൊടുക്കാനാ യേശു പോകുന്നത്. ശിഷ്യന്മാർക്ക് അറിയത്തില്ല. പക്ഷെ പടകിൽ കയറി അക്കരയ്ക്ക് പോകുക. അല്പം കഴിഞ്ഞപ്പോ കാറ്റും കോളും ഒക്കെ ശക്തമായി പടക് മുങ്ങുമാറായി. ശിഷ്യന്മാര് പ്രാണഭയത്തിലായി. ഗുരുവിനെ ഉണർത്തി. കർത്താവ് തലയണ വെച്ച് അമരത്ത് കിടന്ന് ഉറങ്ങുക. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ കർത്താവിനെ ഉണർത്തി, 4 ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നുണ്ടെന്ന് നിനക്ക് വിചാരമില്ലയോ? പന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്ര ഗലീലയ കടലിൽ. പന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്ര ഗലീലയ കടലിൽ. വലിയൊരു പടകിൽ യാത്ര ഗലീലയ കടലിൽ. കർത്തനേശു അമരത്തിരുന്ന് നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. ഓ നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. പക്ഷേ കാറ്റും പോലും ശാന്തമായി ഏറ്റു കാറ്റിനെ ശാസിച്ചു. ഈ കാറ്റ് പ്രകൃതിയുടെ പ്രതിഭാസത്താൽ ഉളവായ കാറ്റല്ല. എന്റെ ഭാഷയിൽ വചനത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ ഇത് പിശാചടിപ്പിച്ച കാറ്റാണ്. ചില കാറ്റൊന്നും പ്രകൃതിദത്തമായതല്ല. ചിലത് കാറ്റ് പിശാചടിപ്പിക്കും. പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരുന്നപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പെരയെല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ മണ്ട വീണ് കുഞ്ഞുങ്ങൾ 10 മരിച്ചു. പക്ഷേ ഭക്തനായതുകൊണ്ട് പുള്ളി പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ചില കാറ്റ് പിശാചടിപ്പിക്കുന്നതാണ്. അതെ, ഈ രോഗവുമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗം ചികിത്സിച്ചാ ഭേദമാകും, ബന്ധനമൊന്നും ചികിത്സിച്ചാ ഭേദമാകുകയല്ല. എന്റെ ഭാഷ പറഞ്ഞ രോഗം ഡോക്ടർമാര് കണ്ടുപിടിക്കും. സ്കാൻ ചെയ്യുമ്പോഴേ അവർക്ക് മനസ്സിലാകാത്ത സ്കാൻ ചെയ്യും. ഇപ്പൊ ഇത് ബിസിനസ് ആയതുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് വിട്ടാൽ അവരെ തന്നെ ചെയ്ത് വെച്ചാൽ അതുമായിട്ട് ചെല്ലരുത്. ഒക്കുന്നെങ്കിൽ ഒരു 4 സ്ഥലത്തെങ്കിലും ഇവര് തമ്മിൽ കണക്ഷൻ ഉള്ളതാ. നമ്മളെ അങ്ങോട്ട് വിട്ടേച്ച് പറയാം, അങ്ങോട്ട് വിട്ടുണ്ട് പെട്ടെന്ന് അവര് തമ്മിലുണ്ട്. അപ്പൊ അവര് പറഞ്ഞെടുത്ത് ചെയ്തു, അവര് പറഞ്ഞെടുത്ത് ചെയ്തില്ല, വേറെ ഗുരുക്കൊപ്പിക്കും. വേറൊരു 3 സ്ഥലത്തൂടെ ചെയ്യുന്നതാവും. കാശില്ലേലും കടം അയൽക്കൂട്ടത്തിൽ നിന്ന് കാശ് കിട്ടും തള്ളേ. അവനടുത്താക്കി ആയിരിക്കുന്നത് അല്ലേ. സഭായം തീരുന്നതിന് മുന്നേ ഓടുക, അയ്യോ ഞാൻ പെണ്ണുങ്ങൾ തന്നെ വെച്ച് കാണും പറയാ ലോണുള്ളതുണ്ടെന്ന്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഇതൊക്കെ ബിസിനസ് അല്ലേ, ബിസിനസ്സാണ്.
അപ്പൊ അതുകൊണ്ട് അത് ചില രോഗം ചികിത്സിച്ചാൽ പരിശോധിച്ചാൽ കാണത്തില്ല, അത് സ്കാൻ ചെയ്താൽ കാണും. അപ്പൊ രോഗം സ്കാനിങ് മെഷീനിൽ തെളിയും, പക്ഷെ രോഗബന്ധനമൊന്നും ഒരു സ്കാനിങ് മെഷീനിൽ തെളിയത്തില്ല. രോഗബന്ധനം കണ്ടുപിടിക്കുന്ന ഒരു മെഷീനും ഉണ്ടായിട്ടില്ല. എന്നാൽ എൻ്റെ ഭാഷയിൽ പറയാ, രോഗം ചികിത്സിച്ച ഭേദമാകും. രോഗബന്ധനം ദൈവമക്കൾ ആത്മനിറവിൽ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗത്തെയും രോഗാണുക്കളെയും രോഗബീജങ്ങളെ അടിച്ചു മാറ്റി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. രോഗം ചികിത്സിച്ച ഭേദമാകും. എന്റെ ഭാഷയാ, രോഗബന്ധനം ആരാധിച്ചാൽ ഇന്ന് രാത്രി മാറും. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ ബന്ധനങ്ങളെ ഇന്ന് രാത്രി ദൈവം അടിക്കും. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തിയാൽ രോഗപെടകളിൽ വലയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ഇവിടെ വന്നെങ്കിൽ, ഈ രാത്രി വചനം അയച്ച് അതിവേഗത്തിൽ ഓടുന്ന വചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം ഇന്ന് രാത്രി സൗഖ്യമാക്കും. ചുരുക്കി പറഞ്ഞ ഈ കാറ്റ് പ്രകൃതിയുടെ പ്രതിഭാസത്താലുള്ള കാറ്റല്ല, സാത്താൻ അടിപ്പിച്ചതാ. അടിപ്പിച്ച എന്തിനാന്ന് വെച്ചാൽ പടകക്കരെ അടുക്കരുത്. പടകക്കരെ ആറുകൊണ്ടാകാജമതി കോരമായി കാറ്റടിച്ചു തിരമല ഗർവവുമായി. ആറുകൊണ്ടാകാജമതി കോരമായി കാറ്റടിച്ചു തിരമല ഗർവമായി. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി തിടുക്കമായി. കടലും കോപിച്ചു പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി തിടുക്കമായി. കടലും കോപിച്ചു പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. ഇന്ന് രാത്രി നിന്നെ വിടിവെക്കുന്ന നസറായൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, പടകക്കരെ എടുത്തു. യേശു ഇറങ്ങിച്ചെന്നപ്പോൾ ഗദരദസ്ഥ ഭൂതഗ്രസ്തം വന്ന് സാഷ്ടാംഗം വീണ്, ആ ഭാഗം നിങ്ങൾക്കറിയാം, വിസ്തരിക്കണ്ടല്ലോ. അവന് പൂർണ്ണ വിടുതൽ കൊടുത്തു. ഇപ്പം കല്ലറയിലും പാറയുടെ ഇടയിലും ഒക്കെ ഇരിക്കുക, തന്നെത്താൻ ചതച്ചും ഇടിച്ചുമൊക്കെ ഇരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഭൂതം വിട്ടുപോയപ്പോ അവൻ തുണി കൊടുത്തെന്നുള്ളു. അപ്പൊ നേരും ചൊവ്വനും തുണി കൊടുത്തില്ലേ, ഓർത്തോണം. പറ, നിങ്ങൾ പറ. അങ്ങനെ ഞാന് 15-ാം വാക്യം വായിച്ചേ. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ, 15-ാം വാക്യവും ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ 15-ാം വാക്യം. വസ്ത്രം ധരിച്ചു, സുബോധം യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചു, സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു. അതാ ഭൂതം വിട്ടുപോയപ്പോ തുണി കൊടുത്തു. നേരും ചൊവ്വനും തുണി കൊടുക്കുന്നില്ലേ, ഓർത്തോണം. ഇവന് ദൈവം വിടുതൽ കൊടുത്തു. അത് കഴിഞ്ഞ് ചെന്നപ്പോൾ ഈ പള്ളിപ്രമാണിയുടെ മകൾ യായുറോസിന്റെ മകൾ ദീനമാണെന്ന് കേൾക്കുന്നത്. മരിക്കാറായി. യേശു ആ സ്ത്രീ, ആ പെൺകുട്ടിയെ സൗഖ്യമാക്കാൻ പോകുകയാണ്. അന്നേരം ആ 12 സംവത്സരം രക്തസ്രവമുള്ള സ്ത്രീയെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടു. ക്ഷണത്തിൽ അവൾക്കും വിടുതൽ കിട്ടി. കാരണം അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ഓടി വന്ന് പറഞ്ഞു, ഗുരുവിനെ ഇനി അസയ്ക്കപ്പെടുന്ന കുഞ്ഞുമോൾ മരിച്ചെന്ന് പറഞ്ഞു. അതാ 36-ാം വാക്യം, നമ്മുടെ കുറുവാക്യം. ഇത് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് 36. യേശു ആ വാക്ക് ഇന്ന് രാത്രി ഞാൻ ഓടിച്ചു നിർത്താ. നീ ചില വാക്കുകളൊന്നും കാര്യമാക്കരുത്. ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിൽ പ്രാർത്ഥനയോടിരിക്കുന്ന ദൈവവൈതലേ, ചില വാക്കൊന്നും നീ കാര്യമാക്കരുത്. ചിലതൊന്നും നീ കാര്യമാക്കണ്ട. മരിച്ചു പോകും, ഇത് മരണത്താൽ തീരും, ഇനി രക്ഷപ്പെടത്തില്ല, അങ്ങേയറ്റം പറ്റി 4th സ്റ്റേജാ. ഇപ്പൊ ചില രോഗത്തിനൊക്കെ അങ്ങനെ പറഞ്ഞ എന്തുവാ 4th? എടാ, യേശുവിന് ഇത് വല്ലോ വിഷയമാണോ? 4th സ്റ്റേജോ 7 സ്റ്റേജോ ആയിക്കോട്ടെ, യേശുവിന് ഇതൊന്നും വിഷയമല്ല. ഇന്ന് രാത്രി നിന്നെ വിടിവിക്കുന്ന നസറായം വന്നിട്ടുണ്ട്. ഡോക്ടർമാർ ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും, അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചോ. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചോ. ഇനി വീട്ടിൽ കൊണ്ടുപോക്കോ. ഞങ്ങളുടെ കാവാലത്തെ മാച്ചം കുഞ്ഞിന് സ്വോത്രം മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി. ഇവിടെ ഒരു ചെറിയ അനക്കം ഉള്ളായിരുന്നു, ചെറിയൊരു അനക്കം.
ചെറിയൊരനക്കം. അവർ കനാനായ സമുദായത്തിലുള്ളവരാ. ചെറിയൊരനക്കം ആ വീട്ടിൽ കൊണ്ടിട്ട് ചാകാൻ നോക്കിയത് അങ്കക്കൊച്ചുമ്മ പിള്ളേരുമല്ല, പൊടിപ്പിള്ളാരാ, നാടിയും ചിരട്ടയും പോലെ. ഓലപ്പരയാ, ചെറിയ ഓല ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കൊച്ചില്. വല്യമ്മച്ചൊക്കെ ഓല കെട്ടി തൂക്കിയിട്ടിരിക്കുക, വളരെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുക. അന്ന് അകത്ത് കൊണ്ടിട്ടിരിക്കുക ഒരനക്കം. ഞങ്ങളുടെ ഒരു അമ്മയുണ്ട്, സ്തോത്രാമ്മ, കാവാലത്തെ. ആ അമ്മ ദൈവാത്മ നിയോഗം കിട്ടി പ്രാർത്ഥിക്കാൻ അവിടെ ചെന്നു. ആ മിറ്റത്ത് കയറ്റിയില്ല, അവര് കനാനക്കാരല്ലേ. അമ്മ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. അമ്മ പോയി. പിറ്റേന്ന് വീണ്ടും അമ്മ ചെന്നു. അന്നേരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പറമ്പിൽ കയറി പ്രാർത്ഥിച്ചോളാം. അപ്പൊ പുള്ളിക്ക് വ്യത്യാസം. അമ്മ മടുത്തില്ല, പറമ്പിൽ ചെന്നത് പ്രാർത്ഥിച്ചു പോയി. വീണ്ടും പിറ്റേന്ന് ചെന്നു. മാച്ചക്കുഞ്ഞിന് ഇത്തിരി ആശ്വാസം, തിണ്ണേ കയറി പ്രാർത്ഥിക്കാൻ. അമ്മ മടുത്തില്ല, അമ്മ തിണ്ണേ ചെന്ന് പ്രാർത്ഥിച്ചു. തിണ്ണേ കയറി പ്രാർത്ഥിച്ചപ്പോൾ മാച്ചക്കുഞ്ഞ് എഴുന്നേറ്റിരുന്നു. പിറ്റേന്ന് വീണ്ടും ചെന്ന് പ്രാർത്ഥിച്ചപ്പം അകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഭിത്തിയെ ചാരിയിരുന്നു. പിന്നെയും പോയി. അമ്മ മടുത്തില്ല, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അമ്മ മടുത്തില്ല. പിറ്റേന്ന് ചെന്നപ്പം മാച്ചക്കുഞ്ഞ് പൊടിയരിക്കഞ്ഞി കുടിക്കാൻ തുടങ്ങി. എന്തിനേറെ പ്രാർത്ഥിച്ച് നെടിയരിക്കഞ്ഞിയും കുടിച്ചു. പൊടിയരി മാത്രമല്ല, നെടിയരിയും കുടിച്ചു. 10-25 ദിവസമായപ്പോ മാച്ചക്കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഏതാണ്ട് 63 ദിവസം അമ്മ ചെന്ന് പ്രാർത്ഥിച്ചു. 63 ദിവസം മടുക്കാതെ. 63 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ മാച്ചക്കുഞ്ഞ് എഴുന്നേറ്റു, ബലപ്പെട്ടു, ആഹാരം കഴിച്ചു, പുഷ്ടിയായി. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ ശുശ്രൂഷ ഇവിടെ തീർന്നു, ഇനി ഞങ്ങളുടെ ഉപദേശിമാരെ വിളിച്ച് യോഗം വെക്കാൻ. പാൽമൂട്ടിൽ പാസ്റ്റർ PJ അവറുകളും വാലുപറമ്പിൽ VM മത്തായി അവറുകളും അങ്ങനെയുള്ള ദൈവദാസന്മാർ വന്ന് മിറ്റത്ത് പന്തലിട്ട് യോഗം നടത്തി. അമ്മച്ചിയുടെ മാച്ചക്കുഞ്ചന്റെ മൂത്ത മകളാ സൂസമ്മ പാസ്റ്റർ വീടിനടുത്ത് ചെറുത്തറക്കലെ തമ്പിയുടെ ഭാര്യ സൈമന്റെ അവിടെ കെട്ടിച്ചു. സൂസമ്മയെന്ന് ചെറുപ്പമാ, യൗവനക്കാരിയാ. എല്ലാവരും ഏറ്റവും മൂത്ത സൂസമ്മയാ. ഇപ്പോഴും ഉണ്ട്, ലൈവിലുണ്ട്, കാണും. ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇട്ടിയുപദേശി എണ്ണ പൂശി പ്രാർത്ഥിക്കുക. എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പോൾ സൂസമ്മയുടെ കാതിൽ ഒരു കമ്മലും ഒക്കെ ഉണ്ട്, തങ്കക്കൊച്ചമ്മയുണ്ട്. അപ്പം എണ്ണ പൂശി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നേരത്ത് പെട്ടെന്ന് ദൈവാത്മ പ്രേരിതനായി ഉപദേശി പറഞ്ഞു, സ്തോത്രം, ഈ തങ്കമ്മയ്ക്കും എന്തോ ദീനമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാ ഇത് വെളിപ്പെടുന്നത്. ഇത് തന്നെ ദീനമായിരുന്നു. തങ്കമ്മ മാറി. അപ്പനിങ്ങനെ അവിടെ സഹോദരിമാരോട് ഉപദേശി പറഞ്ഞു, ആ സഹോദരിയുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഹോദരിമാര് ചിലര് ആ തങ്കക്കൊച്ചമ്മയുടെ ദേഹത്ത് ഇവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഉപദേശി ആത്മാവ് നിറഞ്ഞു എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അപ്പൊ എണ്ണ ഇങ്ങനെ പൂശി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം നോക്കുമ്പം എണ്ണ വെട്ടിത്തിളങ്ങുന്നു. എന്നോട് പറഞ്ഞതാ, പച്ച കളർ അങ്ങോട്ടടിച്ചിട്ട് എണ്ണയ്ക്ക് ഭയങ്കര പ്രകാശവും അണ്ണഞ്ചിക്കുന്ന പ്രകാശം. ആ ഇരിപ്പിലിരുന്ന് കമ്മലൂരി ഒരൊറ്റ എറിയുകയും അഭിഷേകം പ്രാപിക്കുകയും കൂടെ ആയിരുന്നു. സ്തോത്രം. നമ്മള് അല്ല മട്ട ഇത് നിർബന്ധിച്ചും സമ്മർദ്ദം ചെലുത്തിയൊന്നും ചെയ്യേണ്ടതല്ല. ദൈവപ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ, ദൈവാത്മാവ് അകത്ത് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി നിന്റെ മൺകൂടാരങ്ങളിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ തന്നെത്താൻ ചെയ്യുമെന്ന് സൂസമ്മ ഇപ്പോഴും ഉണ്ട്. തിരുവമ്മണ്ടൂര് ദൈവത്തിന് അനിയത്തി ഷൈനി, ഒരു കർത്തദാസൻ, ആ ചർച്ചോക്കോട്ടിലെ പാസ്റ്റർ ജോയി തോമസ് ഉണ്ടല്ലോ, ജോയി തോമസിന്റെ വീട്ടിലെ ചരിത്രമായി പറഞ്ഞു. ഇപ്പൊ എവിടാ ജോയി തോമസ്? എവിടെയും ആട്ടെന്ന്. ദൈവത്തിന് മഹത്വം. അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞേ. സ്തോത്രം. ദൈവപ്രവൃത്തി അങ്ങനാ. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. വിശ്വസിക്കുന്നവരാലെ അടയാളം നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരുമെന്ന് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ദൈവം. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല.
10:30 യോഗം നിർത്താനാ പറഞ്ഞു. ഇപ്പൊ എന്തുവായി സമയം? 10 നമുക്കിനി അധികം വേണ്ട, അങ്ങ് നിർത്തിയേക്കാം. വെറുതെ മനുഷ്യനെല്ലാം എല്ലാവരും എന്നെ അങ്ങ് ആളുക. നാളെ ഞായറാഴ്ചയല്ലേ, സ്തോത്രം. ഞാനിനി വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് നിർത്താം. 10 എന്ന് പറഞ്ഞെങ്കിലും 10:30 മുന്നേ വെറുതെ എന്തിനാ? യേശു ആ വാക്ക് എന്തുവാ? ബാല മരിച്ചെന്ന് ഡോക്ടർമാര് വിധി എഴുതി കാണും, മരിച്ചെന്ന്. ഇനി ചികിത്സിച്ചിട്ട് ഭേദമില്ലെന്ന് പലരും പറഞ്ഞു കാണും, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പലരും പറഞ്ഞു കാണും. പക്ഷെ ഇന്ന് രാത്രി വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, നീ അത് കാര്യമാക്കരുത്. നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു യേശുവുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശു, അവന്റെ അടിപ്പിണരാൽ ഇന്ന് രാത്രി നിനക്ക് സൗഖ്യമാ. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അങ്ങ് നിർത്താം. ഇത് കാര്യമാക്കരുത്. ചിലതൊന്നും വായിച്ചോ. പുറപ്പാട് 15:9 കാര്യമാക്കരുത്. പെട്ടെന്ന് വായിച്ചങ്ങ് നിർത്താം. വിശദീകരിക്കുന്നില്ല, വായിച്ചോ, വായിക്കേ. ഇസ്രായേൽ മക്കളും 15:9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും. എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ഇത് നീ കാര്യമാക്കരുത്. പുറകെ വായി വരിക. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് പറയാ. നീ അത് കാര്യമാക്കരുത്. ശത്രുവിന്റെ കൈ ദൈവം നിന്നെ കൊടുക്കത്തില്ല. വൈരിയുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. പിന്തുടരും, പിടിക്കും, അങ്ങനെയൊക്കെ പറയും. പിന്നെ പിടിക്കും. എന്നെ പറ്റി ഒരാൾ പറഞ്ഞു, ഇനി ഒരു സ്റ്റേജിലും സ്റ്റേജല്ലേ പറഞ്ഞ തീർന്നെന്ന്. പുള്ളി തീർന്നെന്ന്. എവിടെ തീർന്നെന്ന്? തീർന്നോ? തീരുവോ? പാട്ടുകളി. എടാ, നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, ദൈവമാ നിന്നെ കണ്ടിരിക്കുന്നെങ്കിൽ, നിനക്ക് വിരോധമായ ആര് പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, വാളൂരിക്കൊണ്ടൊക്കെ. വാളൂരും ഒരു തരം പയറുണ്ട്, വാളൂരി പയർ. പക്ഷെ അങ്ങോട്ട് കഴിച്ച് ചിലപ്പോ ഞാൻ തോരൻ വെച്ച് കഴിച്ചു. ആ വാളൂരും. സ്തോത്രം. നിന്റെ മേൽ കോൺലസിന്റെ മൈക്കില്ലയോ കാണിച്ചോ? കോൺലസ് ഇല്ലേ മോനെ? ശത്രു പറയുക, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. നിന്നെ പിടിക്കുമെന്നും പറഞ്ഞ് പലരും വരും. പക്ഷെ ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. നിന്നെ പിന്തുടരുന്ന ശക്തികൾ പലതുണ്ടെന്ന്. സ്തോത്രം. ഞാൻ എല്ലാം തെളിച്ച് പറയണോ? വേണ്ടല്ലോ. മാണിച്ചിന് കുറെയൊക്കെ അറിയാം. അന്നും ആയുധം എന്നാന്നറിയാമോ? മുട്ടയിലിരിക്കുക. ആയുധം മുട്ടയിലിരിക്കുക. അനുഭവത്തിന്റെ വെളിച്ചത്തെ പറയാം. നീ മുഴങ്കാലയിൽ ഇരുന്നാ മതി. നീ മറുപടി പറയാൻ പോകണ്ട, എതിർക്കാൻ പോകണ്ട, ഒടക്കാൻ പോകണ്ട, കൊമ്പ് കോർക്കാൻ പോകണ്ട, കേസിന് പോകണ്ട, കോടതി പോകണ്ട, അവൻ ആളെ കൂട്ടണ്ട, സംഘടന ഉണ്ടാക്കണ്ട. നീ മുഴങ്കാലും മേലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് 10:30 അല്ല, ഇന്ന് 12:30 വരെ പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ടെങ്കിൽ നിർത്തുക. അപ്പൊ 1 മരിച്ചുപോയി, അത് കാര്യമാക്കണ്ട. 2 പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, ഊരും, വെട്ടും. നീ അതൊന്നും കാര്യമാക്കണ്ട. ഒരു വാക്യം കൂടെ വായിച്ചോ. ശാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 43-44 അറിവുള്ള വാക്യമാ. പെട്ടെന്ന് വായിക്ക്. കാര്യമാക്കണ്ട. ഫെലിസ്ത്യൻ ദാവീദിനോട് നീ വടികളുമായിട്ട് എന്റെ നേരെ വരാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. നീ അതൊന്നും കാര്യമാക്കണ്ട. എടാ, അവൻ ദേവന്മാരുടെ നാമം ചൊല്ലി, ദേവന്റെ നാമം ഉച്ചരിച്ച്, ദേവന്റെ നാമം ചൊല്ലി നിന്നെ പ്രാകുമ്പോൾ, നിന്നെ ശപിക്കുമ്പോൾ നീ അത് കാര്യമാക്കരുത്. ദേവാദി ദേവനാ നമ്മുടെ ദൈവം. കർത്താവാ നമ്മുടെ ദൈവം.
ഭൂരാജാക്കന്മാർക്ക് അറിവറിയാ ദൈവം. ഇന്ന് രാത്രിയിൽ ദൈവാരി ദൈവം കർത്താവ് കർത്താവ് താൻ മാത്രം അമർത്തലയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വാസിക്കുന്ന ദൈവം. ഇന്ന് രാത്രി നീ ഇത് കാര്യമാക്കരുത്. നിന്നെ പ്രാകും, നിന്നെ ശപിക്കും, നീ മുടിഞ്ഞു പോകും, നീ തകർന്നു പോകും, നീ നശിക്കുമെന്ന് ശത്രു നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി വന്നതുപോലെ പോകരുത്. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് കടന്നു പോകും. ആരാധിച്ച് വിടുതലേറ്റെടുക്ക് ഈ രാത്രി. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഒന്നുകൂടെ വാക്യം വായിച്ചേ സഹോദരി, ഒന്നുകൂടെ വായിച്ചേ. ഫെലിസ്ത്യൻ ദാവീദിനോട് നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ദേവന്മാരുടെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നോട് ഒരാൾ പറഞ്ഞു പള്ളിയാങ്കൽ അമ്മയാണ്. ഞാൻ പറഞ്ഞു പോളെ വള്ളിയാങ്കലമ്മ. എടാ വള്ളിയാങ്കലമ്മീനെ എന്റെ അമ്മേരായും സകല അമ്മമാരായും സൃഷ്ടിച്ചവനാ ദൈവാര് ദൈവം, കർത്താവ് കർത്താവ്. അവൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഇന്ന് രാത്രി യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും? യഹോവ ശപിക്കാത്തവനെ ആര് ശപിക്കും? ഇന്ന് രാത്രി ശക്തിപ്പെടാ. ഇന്ന് രാത്രി ബലപ്പെട് ബലപ്പെട്. ഈ രാത്രി വിടുതലിന്റെ രാത്രിയാ, ഈ രാത്രി ജയത്തിന്റെ രാത്രിയാ. നിന്നെ പ്രാകുന്നവർ, നിന്നെ ശപിക്കുന്നവർ, നിന്നെ മുടിച്ചു കളയുവാൻ നോക്കുന്നവർ, നിന്നെ തകർക്കാൻ നോക്കുന്ന ദൂഷ്ട ശക്തികളെ രാത്രി അടിമതല യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രാത്രി വിടുതൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ദൈവദൂതനെ ഇറക്കും. വിശ്വസിക്ക്. ദൈവത്തിന്റെ പൈതലേ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്ത്. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഏതാ ചത്തുപോയെന്ന് അതൊന്നും കാര്യമാക്കണ്ട. 2 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, കാര്യമാക്കണ്ട. 3 നീ വടിയുമായിട്ട് വരാൻ ഞാൻ നായാണോന്ന്. ദേവന്മാരുടെ നീ ദേവന്റെ നാമമൊന്നും കേട്ട് നീ ഇളകണ്ട. സ്തോത്രം എന്ന് ഇളകരുതെന്ന് നീ അത് കാര്യമാക്കരുത്. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ന്യായാധിപന്മാരുടെ പുസ്തകം 12:1 വായിച്ചേ. പെട്ടെന്ന് വായിച്ചു, നേരം പോകുന്നു. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി ആളൊത്തിരി ഉണ്ട് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, നിന്റെ ഗോഡാലി ഒന്നിച്ചുകൂടി. അല്ല നിർത്തി, എനിക്കിവിടെ പറയാനുണ്ടെന്ന് ഒത്തിരി. ഇവന്മാരെല്ലാം കൂടെ അങ്ങ് കൂടുക. കൂടിയോ ചെന്ന അറിഞ്ഞു അറിഞ്ഞു ഒന്നിച്ചുകൂടി എല്ലാവരും കൂടെ കൂടി. എല്ലാവരും അങ്ങ് കൂടി. ഉമ്മായിരുന്നവനും എല്ലാവരും അങ്ങനാന്നല്ലോ കൂടുന്നത്. എല്ലാവരും ഒന്നിച്ചു കൂടി. വായിക്കും. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി എല്ലാവരുടെ ഒന്നിച്ചുകൂടി. പിന്നെ വടക്കോട്ട് ചെന്ന് നേരത്തെ തെക്കോട്ടായിരുന്നു, ഇപ്പം വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട് നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോ ഞങ്ങള് എന്നെ വിളിക്കാഞ്ഞത് അടുത്തത് ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീടിന് തീ വെച്ച് ചുട്ടുകളയുമെന്ന് പറഞ്ഞു. കാര്യമാക്കരുതെന്ന്. നിന്നെ ഞങ്ങള് പെരക്കാത്തിട്ട്
കത്തിക്കുമെന്ന്, ഞങ്ങളുടെ ഈ പെട്രോൾ ഉണ്ടെന്ന്. നാടൻ ബോംബ്, ഇടികെട്ടാൻ, നെഞ്ചൊക്കെ, വടിവാള്, നിറതോക്ക്. അടിയുടെ മുമ്പിൽ, വടിയുടെ മുമ്പിൽ തകരുകയില്ലേ മാർഗം. അടിയുടെ മുൻപിൽ തകരുകയില്ലേ മാർഗം. അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. മഹത്വപ്പെടുത്ത്. ഇതൊക്കെ നിന്ന് മണിക്കൂറുകൾ പറയേണ്ട ഭാഗമാ. സ്തോത്രം. എബ്രാഹിമിന് എന്നിച്ച് പറയാ ഇബ്താഖിനോട്, ഞങ്ങളെ അത് പോയിട്ട് കൂടും. ഇതാകാരാ? ഇങ്ങോട്ട് വായിച്ചു. ഇതാകാര എല്ലാം വിവരിക്കാൻ നേരമില്ല. ഇതാകാരാ? ഇത് കാണാം. വായിലൂടെ വായിച്ചു. അല്ലെന്ന് ഗിലെയാദ്യനായ ഇബ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇബ്താഹിന്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഗിലെയാദിന്റെ ഭാര്യയും അവന്റെ പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ വിവരിക്കുന്നൊന്നുമില്ല. തീച്ചൂളക്കകത്തൂടെ കയറി വന്നവനാ ഇബ്താഹ്. തീച്ചൂളക്കകത്തൂടെ കയറി വന്നവനാ ഇബ്താഹ്. അവനോട് പറയുക, കത്തിക്ക് വന്ന് കണ്ടാവല്ലോ. പണ്ട് ഒരമ്മ മരുന്നെടുക്കാറ് കിടന്നപ്പം മക്കളെല്ലാം ഡോക്ടർമാരായപ്പോ അമ്മയോട് ചെന്ന് പറഞ്ഞു, അമ്മേ മരുന്ന് ബാക്കി മനസ്സിലായി. മരുന്നെടുക്കാൻ കാശും ഒക്കെ ആയപ്പോ അമ്മ പറഞ്ഞടാ, പമ്പയാറ് കരകവിഞ്ഞൊഴുകിയപ്പം ഞാൻ കച്ചമുറി, ഞാൻ പമ്പയാറ് നീന്തി കയറിയ എനിക്കാണോട് ആ കൈത്തോട് വിഷയം. ഇരുകരമുറ്റി പമ്പയാറ് കുലം കുത്തി ഒഴുകിയപ്പോൾ ഞാൻ എൻ്റെ കച്ചമുറി എടുത്ത് കുത്തി. നീ ആറ് നീന്തി കയറിയ അമ്മയാ ഞാൻ. അന്നാലും ആണോ നിന്റെ കൈത്തോട് കണ്ട്? ഈ ചൂളക്കകത്തൂടെ വന്നവർക്കൊന്നും ഇത് വിഷയമല്ല. ഞാന് ചിലപ്പോ ഞാൻ നിർത്തുക ഞാൻ ചിലപ്പോ പറയും, എൻ്റെ തീച്ചൂളക്കകത്തൂടെ ഞാനും വന്ന്. എൻ്റെ അമ്മ രണ്ടാമത്തെ പ്രസവിച്ചപ്പോഴാണ് ഞാൻ. അമ്മ പറഞ്ഞു കേട്ടുണ്ട്, 3 ആൺകുട്ടികളും ഒരു മാംസക്കഷണവുമായിരുന്നു. അമ്മ പറഞ്ഞു കേട്ടുണ്ട്, 4 മാസം കഴിഞ്ഞ് അമ്മ കിടന്നിട്ടില്ല, വയറ് കാരണം കിടന്നിട്ടില്ല. കസേരയിലിരുന്ന അമ്മ ഉറങ്ങുന്നേ. വിവരിക്കുന്നില്ല. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഭാഷയാക്കി ഞാൻ കേട്ടറിവല്ലേ ഉള്ളൂ. കറണ്ട് അടിച്ച, അന്നത്തെ ചികിത്സാ സമ്പ്രദായമാണ്, കറണ്ട് അടിച്ച പ്രസവം നടന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഓരോ കുഞ്ഞുങ്ങളെ പ്രസവം. 3 പിള്ളേരും മരിച്ചെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് മാംസക്കഷണവും മാറ്റിയിട്ട് ഇതുങ്ങളെല്ലാം കൂടെ പൊതിഞ്ഞ് അടക്കാനായിട്ട് കുഴിച്ചിടാൻ കൊണ്ടുപോയപ്പോൾ എൻ്റെ കാലൽപ്പം ചലിച്ചു. അങ്ങനെ സംശയം തോന്നിയാ എന്നെ എടുത്തത്. അങ്ങനെ ഇതിലേക്ക് ഞാൻ പറന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ പോരാട്ടമല്ല. സ്തോത്രം. ചെറുപ്പം മുതലേ നല്ല തീച്ചൂളക്കകത്തൂടെ അങ്ങോട്ട് പോകുന്നത്. സ്തോത്രം. എല്ലാം വിവരിക്കാൻ നേരമില്ല മാണിച്ച. ദൈവത്തിന് മഹത്വം. അന്നേരം നിന്റെ ഈ കിളിമാസ് കളി കണ്ടുവല്ലോ. നീ ഇവിടെ കിടന്ന് തിന്താര പാടിയാവല്ലോ വകവെച്ച് തരുമോ? ഇബ്താഖ് തന്നെ പറഞ്ഞു, എടാ ഞാൻ വേശ്യാപുത്രനാന്ന് പറഞ്ഞ് എല്ലാവരോടും ഒന്നിച്ചു ചേർന്ന് എനിക്കെതിരെ ടോർപ്പുട വെച്ചതാ. അങ്ങനെ പ്രാർത്ഥിച്ചും പൊരുതിയും എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന്, എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം മാനിച്ച്, എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം ഉയർത്തി, അമ്മോന്യരെയും മിദ്യാന്യരെയൊക്കെ ഒതുക്കാൻ അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ ദൈവം എൻ്റെ മേ പകർന്ന് എന്നെ നിർത്തുമ്പോൾ നീ എല്ലാം കൂടെ പറയാ കത്തിക്കുമെന്ന്. എന്നാ വാടാ കത്തിക്കാം. ഇതൊന്നും കേട്ട് നീ പേടിക്കരുത്. നിന്നെ കത്തിക്കും ചൂടും സ്വന്തം തകർക്കുമെന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നിനും പോകണ്ട. ഇതൊന്നും നീ കാര്യമാക്കണ്ട. അവര് പറഞ്ഞ കാര്യം കാര്യമാക്കരുത്. മരിച്ചുപോയി കാര്യമാക്കണ്ട. ഫറവോൻ പറഞ്ഞ കാര്യം നീ കാര്യമാക്കണ്ട. ഗോലിയാത്ത് വെല്ലുവിളിച്ച് പറഞ്ഞ കാര്യമോ നീ ഒന്നും കാര്യമാക്കണ്ട. ഇബ്താഖിനോട് പറഞ്ഞ കാര്യം, എബ്രാഹിമിന് പറഞ്ഞ കാര്യമോ നീ ഒരു വാക്കോട് വായിച്ച് നിർത്തുക. ഞാൻ തന്റെ പുസ്തകവും മടക്കി. 19:2 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:2 വായിച്ചങ്ങ് നിർത്താം. അതേ ഒക്കുകൊള്ളി
ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. ഇസബേല് ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ അവരെന്ന് പറഞ്ഞ അമ്മാമ്മയുടെ പ്രവാചകനെ എല്ലാം ഉപദേശിച്ച് തട്ടി. 450 850 യുവമാരെല്ലാം തിന്നു കുടിച്ച് കോഴിക്കാലും അടിച്ചു പേരുത്ത് തള്ളേ ആവശ്യമില്ല. അമ്മാമ്മ ഇങ്ങനെ മട്ടുപ്പാവിൽ നിൽക്കുന്നതായിട്ട് ആത്മാവ്. അപ്പൊ തള്ള ഇളകും, ഒരു കോഴിക്കാല് കൊടുക്കും. അവനത് കടിച്ചു വെച്ച് പറയും, അമ്മാമ്മ ഇപ്പാല കാറയിൽ ഇങ്ങനെ. ഉടനെ അമ്മാമ്മ പറയും, അകത്ത് മട്ടൻ ചാംസ് വെച്ചിട്ടു. ഉടനെ അവനത് തട്ടി. ഉടനെ അടുത്ത് വന്നു, അമ്മാമ്മ ജംബോ ജിറ്റായിട്ടാ ഞാൻ. അമ്മാമേനെ സുഖിപ്പിച്ച് പ്രവചിച്ച് തള്ള കയറി ഇളകി. അങ്ങനെ ഇരുന്നപ്പോൾ ആ യഥാർത്ഥ പ്രവാചകൻ വന്ന് ബാലന്റെ അശേരുടെയും പ്രവാചകന്മാര് എന്തിനേറെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. 850 വെട്ടിവെച്ച് പുള്ളി ഇനിയും നിൽക്കുക, ഇനിയും വെട്ടാനുണ്ടോന്ന്. നമ്മൾ 2 വെട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ദീർഘവർഷങ്ങളായി വെട്ടാനൊന്നും തോന്നണം. അങ്ങനല്ല, 850 വെട്ടി വെച്ച് പിന്നെ നിൽക്കുക. അത് അഭിഷേകമാണ്. അടിച്ച് തൂക്കളഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇസബേലിന് വൈരാഗ്യ ബുദ്ധി. ഇസബേൽ ആരാ? ക്ഷുദ്രക്കാരിയാ, കൂടോത്രക്കാരിയാ. അതല്ലേ ഏകു ഇസ്രായേൽ യോരാൻ ചോദിച്ചു, ഏകുവേ സുഖമാണോ? മറുപടി പറഞ്ഞു, നിന്റെ അമ്മയുടെ ക്ഷുദ്രം ഇതുപോലെ ഇരിക്കുമ്പോ എനിക്ക് സുഖമാണോ? ഇവളാ ശീതോന്യ രാജാവാക്കുന്ന ഇക്ബാലിന്റെ പുത്രി, സൂത്രക്കാരി, ചതിക്കുന്നവൾ, വഞ്ചിക്കുന്നവൾ, അഭിഷക്തനെ സൂത്രത്തിൽ ഉപവാസം വെച്ച് തട്ടി കളയുവാൻ പദ്ധതി കിട്ടി തകർത്തവൾ. അവൻ ചുരുക്കി പറഞ്ഞ ഇത്രയ്ക്ക് കുബുദ്ധിയായ ഒരു സ്ത്രീയെ അവൻ സ്തോത്രം. ഇവൾ ഇപ്പൊ പറഞ്ഞ അഭിഷക്തനെതിരെ എന്റെ പ്രവാചകന്മാരെ കൊന്നെങ്കിൽ അവരില് ഒരുത്തനെ പോലെ നിന്നെ ആക്കുമെന്ന്. ഇതൊന്നും കേട്ട് നീ കാര്യമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും കേട്ട് ഏലിയാവേ അവൻ ഇസബേലിനെയും ആഗാബിനെയും അവൻ പടയാളികളുടെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ച് വെട്ടിക്കൊല്ലാൻ കൊടുക്കത്തില്ല. ഇസബേലിന്റെ കയ്യിൽ നിന്നെ കൊടുക്കത്തില്ല. നിന്റെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ അനുശോചനം പറയാനും നിന്റെ ഡെഡ് ബോഡിയുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് റീത്ത് വെക്കാനും ഇസബേൽ അമ്മാമ്മ പൂക്കടെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അമ്മാമ്മ എന്ന് പറഞ്ഞു വേണം, പുള്ളി മിക്കവാറും ഈ ആഴ്ച തട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്, എന്റെ പേരൂടെ വേണം. ആദരാഞ്ജലികൾ ഇസബേലിന്റെ റീത്ത്. ആകാവ് പറഞ്ഞു, കൊട്ടാരത്തിന്റെ വക വേറൊരു ഇവന്മാരെല്ലാം റീത്തും ബൊക്കയും പൂവും എല്ലാം കൂടെ ഒരുത്ത പറഞ്ഞു, പാട്ടുകാർ നമുക്ക് നിരണൻ രാജനെ അല്ലെ കലയൂരൻ ജോസിനെ ഹൊസാമ്മ കുറച്ചുകൂടെ എല്ലാം ഉണ്ട്, നമുക്ക് പോണം. അവരുടെ മുഖം അല്ലാതായി. എന്നാ നിങ്ങളാട്ടെ പാട്ടുകാരെ സെലിച്ചുകൊണ്ട് പറഞ്ഞ് പെട്ടി ഈട്ടിയുടെ വേണം പറഞ്ഞു. അടക്കുന്ന ആരാ? അടക്കുന്നു നമ്മൾ തന്നെ വിളിക്കണം. നോക്കുന്നെങ്കിൽ യൊരേബിയാമിനെ കിട്ടുമെങ്കിൽ അവനാന്നില്ല തൂത്രമല്ല. ഇവര് ഒണ്ണപുരത്ത് പറഞ്ഞു എല്ലാവർക്കും അനുശോചനത്തിൽ. ഒണ്ണപുരത്തും പറഞ്ഞു ഏലിയാവിന്റെ ശുശ്രൂഷ എല്ലാം അങ്ങനല്ലേ, അങ്ങനല്ലേ ഇപ്പം അപ്പൻ കൊച്ചുമക്കളെ അപ്പൻ അങ്ങനല്ലേ കാണിക്കുന്നത്. ഇവന്മാരെല്ലാം പ്രോഗ്രാം തയ്യാറാക്കി വെച്ചിരിക്കുക. ഏലിയാവ് ജാഗം റീത്ത് വെക്കാനും ബൊക്ക വെക്കാനും പാട്ടുകാരും പെട്ടിക്കാരുമല്ല. തമ്പുരാൻ പറഞ്ഞ എടാ അവൻ അവന്റെ കയ്യിലോ ഞാൻ നിന്നെ കൊടുക്കത്തില്ല. അഗ്നിമയ രഥങ്ങളും അശ്വങ്ങളും അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ യോബിന്റെ അടുക്കൽ ചുഴലിക്കാറ്റ് ഇറങ്ങി വന്ന ഒരുവനുണ്ട്. രാത്രി മരണദൂതന്റെ കെട്ടടിക്കാൻ പോകുക. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ തകർക്കുന്ന മരണദൂതന്റെ, ഞാൻ ആത്മാവി ദൂരോ പറയുന്നത്, മരണദൂതന്റെ കെട്ടിനെ ഇന്ന് രാത്രി പൊട്ടിക്കുക. നിന്റെ പ്രാണനെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. മരണഭാഷത്ത് ഇന്ന് രാത്രി അടിക്കും. ശത്രുവിന്റെ കയ്യിൽ ദൈവത്തിന് കൊടുക്കത്തില്ല. ഇന്ന് രാത്രി വിടുതൽ 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 നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്.
അർത്ഥരാജലാധാര വൈലമനവ ചൈതൽ ഉടിവികപരപടമല. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. സമയം അതിക്രമിച്ചല്ലോ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. യായിറോസിന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞ കാര്യം നീ കാര്യമാക്കരുത്. ഫറവോൻ പറഞ്ഞ വാക്ക് നീ കാര്യമാക്കരുത്. ഗോലിയാത്ത് പറഞ്ഞ വാക്ക് നീ കാര്യമാക്കരുത്. എബ്രാഹിമര് പറഞ്ഞ വാക്കൊന്നും നീ കാര്യമാക്കരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവൻ ഇസബേൽ പറഞ്ഞ വാക്ക് നീ കാര്യമാക്കരുത്. നീ കാര്യമാക്കേണ്ടത് യേശു പറഞ്ഞതാ. ഞാനോ ലോകാവസാനത്തോട് എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ പഴയ പാട്ടിന്റെ 2 ചരണം കൈ അടിച്ച് പാട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല. ഇരുന്നോണ്ട് പാടിയാൽ മതി. ഇരുന്നോണ്ട്. അപ്പൊ എഴുന്നേറ്റില്ലേ പോയാൽ നടക്കും. ഇരുന്നോണ്ട് 2 ശീലം പാടാം. പാടി വെച്ച് നമുക്ക് അങ്ങ് പിരിയാം. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ല പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാലും എന്നോട് കൂടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. മാണിച്ച ആ സമയം എന്തുവായി? 10:20. 10:30 പറഞ്ഞ 10 മിനിറ്റ് മുമ്പ് നിർത്തി. 1 നിമിഷം എഴുന്നേറ്റ് നിന്ന് കരം ഉയർത്തി ദൈവത്തെ മഹത്വം. എല്ലാവരും ഒക്കുന്നെങ്കിൽ കരങ്ങളൊന്ന് വീശി, എല്ലാവരും കരം വന്ന് വീശി. ഇന്നും എന്നേക്കും